ഹലോ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. നമ്മളിപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഓരോ തീമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ നമ്മൾ എത്തിയേക്കുന്നത് അടുത്തൊരു തീമായിട്ടുള്ള ടെക്നോളജീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്നതാണ്. ആക്ച്വലി ഈ ടെക്നോളജീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന തീമിൽ നമുക്കൊരു മിസ്ലീനിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് മനസ്സിലാവും ഇവിടെ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ, അതായത് നമുക്കിങ്ങനെ കൃത്യമായിട്ട് ഇത് ഈ ഇന്ന ടോപ്പിക് നിന്നാണ് വന്നത്, ഡിഫൻസ് എന്നോ അല്ലെങ്കിൽ സ്പേസ് എന്നോ ആണെന്ന് വന്നത് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത ടോപ്പിക്സ് ആണ് ടെക്നോളജീസ് ഇൻ ന്യൂസ് എന്ന് പറഞ്ഞിട്ടേക്കുന്നത്. ആക്ച്വലി ഇത് എങ്ങനെയും കൂടെ നമുക്ക് കോറിലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഠിക്കുന്ന ബേസിക് സയൻസും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് ആ ബേസിക് സയൻസിനെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഇപ്പൊ ടെക്നോളജീസ് ഇൻ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ ടോപ്പിക് നമ്മൾ കവർ ചെയ്യുന്നത്. ആക്ച്വലി കഴിഞ്ഞ ഒരു വർഷത്തെ ന്യൂസാണ് അനലൈസ് ചെയ്തേക്കുന്നത്. പല കമ്പൈലേഷൻസും നോക്കിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ എനിവേ ഇതില് നോക്കുമ്പോൾ വലിയ രീതിയിലൊന്നും വന്നിട്ടില്ല. അതായത് നമുക്ക് കുറേ ടോപ്പിക്സ് ഒന്നും അധികം വന്നിട്ടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തേക്ക് കവർ ചെയ്ത് പോകുന്നത്. അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാത്തതിന്റെ റീസൺ ബേസിക്കലി ഇതിനകത്ത് നമുക്ക് അങ്ങനെ റാൻഡം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ടെക്നോളജി ന്യൂസ് ആയിട്ട് വേണമെങ്കിൽ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് കൊണ്ട് മാത്രമാണ്, നമുക്ക് സ്പെസിഫിക്കലി ഈ ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റുന്നത് മാത്രമാണ് ആ ഒരു രീതിയിൽ നോക്കാതിരുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈച്ച് ഇയർ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ കാണാൻ പറ്റും. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ബാക്കി ടോപ്പിക്സുമായിട്ടും റിലേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലും കൂടെ ചിന്തിക്കാവുന്നുള്ളൂ കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് 2024 വന്ന ക്വസ്റ്റ്യൻ, അതായത് ഇപ്പൊ ഈ വർഷം കഴിഞ്ഞാണ്. വിത്ത് റെഫറൻസ് ടു റേഡിയോ ഐസോട്ടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റേഴ്സ് ആണെങ്കിൽ ആ ഒരു ടേമിലാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഇൻ കേസ് അതൊരു ന്യൂസിൽ വന്നതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. RTG എന്നാണ് അവർ ഷോർട്ട് ഫോം കൊടുത്തേക്കുന്നത്. അതിനെ പറ്റിയിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ്, അതായത് മിനിയേച്ചർ ഫ്യൂഷൻ റിയാക്ടേഴ്സ് ആണ്, അതുപോലെ യൂസ് ഫോർ പവറിംഗ് ദി ഓൺ ബോർഡ് സിസ്റ്റം ഓഫ് സ്പേസ് ക്രാഫ്റ്റ്സ്, പിന്നെ പ്ലൂട്ടോണിയം 238 യൂസ് ചെയ്യാം അതിൽ എന്നുള്ള രീതിയിലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ആക്ച്വലി നമുക്ക് വളരെ ന്യൂസിൽ വന്നിട്ടുള്ള കാര്യം നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ്. ബൗൺസർ ഒന്നും വിളിക്കാൻ പറ്റില്ല നമുക്ക്, പക്ഷേ ആക്ച്വലി ന്യൂസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ അതല്ല, ലോജിക്കലിയും വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. കാരണം റേഡിയോ ഐസോട്ടോപ്പ്, നമ്മുടെ ഐസോട്ടോപ്സ് എന്നൊക്കെ പറയുന്നത് ബേസിക് ആയിട്ട് പഠിക്കുന്ന കെമിസ്ട്രി ഒക്കെ ആണല്ലോ. അപ്പൊ അതും റേഡിയേഷൻ എന്നുള്ള രീതിയിലും തെർമോ എന്ന് പറഞ്ഞ ഹീറ്റും ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് എനർജി ജനറേറ്റേഴ്സ്. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ അങ്ങനെ വേർഡ്സ് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ. എനിവേ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് റെഫറൻസ് ടു ഗ്രീൻ ഹൈഡ്രജൻ. ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ന്യൂസ് ആണ്. ഹൈഡ്രജൻ ഫ്യൂവൽ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമുക്ക് ഭയങ്കര റിലവൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നതിൽ ഒരു തെറ്റുമില്ല. ഹൈഡ്രജന്, ഗ്രീൻ ഹൈഡ്രജനോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫ്യൂവൽ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. അതിലൊരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയും നല്ലൊരു ടെക്നോളജി ആണല്ലോ. എനിവേ അതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ക്യാൻ ബി യൂസ് ഡയറക്ട്ലി ആസ് എ ഫ്യൂവൽ ഫോർ ഇന്റേണൽ കമ്പഷൻ, അതായത് IC എഞ്ചിൻസിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ക്യാൻ ബി ബ്ലെൻഡഡ് with natural gas and used as fuel for heat or power generation. It can be used in the hydrogen fuel cell to run vehicles. അപ്പോൾ ഇത് ഇറ്റ് ക്യാൻ ബി അല്ലേ, നമുക്ക് ഹൈഡ്രജൻ, ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇതിലേക്ക് യൂസ് ചെയ്യുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിലെല്ലാം ശരിയാണെന്നുള്ള രീതി നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഒന്നിൽ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല, ഇത് പറ്റില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റുന്നൊന്നും ഇല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിത്ത് റെഫറൻസ് ടു ദി റോൾ ഓഫ് ബയോഫിൽറ്റേഴ്സ് ഇൻ റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം. ഓക്കെ, അപ്പൊ റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം എവിടെയോ ന്യൂസിൽ വന്നതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോ ബയോഫിൽറ്റേഴ്സ് പ്രൊവൈഡ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് ബൈ റിമൂവിംഗ് അൺഈറ്റൻ ഫിഷ് ഫീഡ്. ബയോഫിൽറ്റേഴ്സ് കൺവേർട്ട് ammonia present in fish waste to nitrates. Biofilters increase phosphorus as a nutrient for fish in water. ഇതിൽ ഏതൊക്കെ ശരി എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ ബയോഫിൽറ്റേഴ്സിന്റെ ഒരു തർപ്പിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതങ്ങ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിന് ആൻസർ കിട്ടും. അത് നിങ്ങളൊന്ന് നോക്കിയേക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ആ ഒരു ടെക്നിക്ക് കിട്ടണം, നല്ലതാണ് ഇതിനകത്ത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്
നാനോ പാർട്ടിക്കിൾസ് റിലേറ്റഡ്. ആക്ച്വലി നാനോ പാർട്ടിക്കിൾസ് മുന്നേ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. അതായത് ഒരു ഫീൽഡ്, നമുക്കൊരു തീം തന്നെ പറയാൻ പറ്റുന്ന ഒരു രീതിയിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് അത് പോയതാണ്. പക്ഷേ നാനോ പാർട്ടിക്കിൾസ് ഇൻ കേസ് ക്വസ്റ്റ്യൻ നമുക്ക് ന്യൂസിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 60 to 70% നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ നാനോ പാർട്ടിക്കിൾസ്. ഇതിനകത്തും അതർ ദാൻ ദോസ് മെയ്ഡ് ബൈ ഹ്യൂമൻസ്, നാനോ പാർട്ടിക്കിൾസ് ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ നേച്ചർ. പിന്നെ നാനോ പാർട്ടിക്കിൾസ് ഓഫ് some metallic oxides are used in the manufacture of some cosmetics. Nanoparticles of some commercial products which enter the environment are unsafe for ഹ്യൂമൻസ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയോ, അതർ ദാൻ ദോസ് മെയ്ഡ് ബൈ ഹ്യൂമൻസ് നാനോ പാർട്ടിക്കിൾസ് ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ നേച്ചർ. നമുക്ക് നിർമ്മിക്കാൻ പറ്റുവാണെങ്കിൽ എന്തായാലും നേച്ചറിൽ ഓൾറെഡി പ്രസന്റ് ആയി കൂടാവുന്നതല്ലേ ഉള്ളൂ. 99.99% എല്ലാ സാധനങ്ങളും നേച്ചറിൽ ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അതിന്റെ അറിവ് കിട്ടിയ നമ്മൾ അതിനെ പറ്റിയിട്ട് പോകുന്നതും ആക്ച്വലി. അപ്പോൾ വളരെ ചുരുക്കം സാധനങ്ങൾ മാത്രമേ നമുക്ക് ഈ എക്സിസ്റ്റ് അല്ലാത്തത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ പറയുന്നത് നാനോ പാർട്ടിക്കിൾസ് എന്താണെന്ന് അറിയാമെങ്കിൽ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് നമുക്ക് തർപ്പിച്ച് പറയാനേ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടും. ഇനി പിന്നെ ഇതിൽ ഏതൊക്കെയാണ് ആസിഡ് റെയിൻ ഫോം ചെയ്യാൻ റീസൺ എന്ന് ചോദിക്കുന്നത്. ആക്ച്വലി ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് വെരി ബേസിക്. നമ്മുടെ ഇത് പണ്ട് കാലം പോലെ ഒരു 8-9 ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ആസിഡ് റെയിനെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ നമ്മൾ എന്തായാലും ഇത് ആക്ച്വലി എവിടെയും കൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, എൻവയൺമെന്റ് ആയിട്ടും കൂടെ റിലേറ്റ് ചെയ്യാം. ഗ്യാസസിന്റെ കേസ് ഇട്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് ഇട്ടേക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. ആസിഡ് റെയിൻസ് ഒക്കെ നമ്മൾ എൻവയൺമെന്റിലും കൂടെ പഠിക്കുന്നതാണ്, പൊല്യൂഷനിലൊക്കെ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ എനിവേ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്ട്ലി അറ്റൻഡ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിഎത്തിലീൻ ടെറിത്താലൈറ്റിനെ പറ്റിയിട്ടാണ്. ഈ ടെറിത്താലിക് ആസിഡ് അല്ലെങ്കിൽ ടെറിത്താലൈറ്റ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി നമ്മൾ വീണ്ടും ഇപ്പോഴത്തെ സിലബസിൽ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിലും പഴയ സിലബസിലുള്ള NCERT കെമിസ്ട്രി ടെക്സ്റ്റിനകത്ത് ടെറിത്താലൈറ്റിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അല്ലെങ്കിൽ ടെറിത്താലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു പോളിമറിന്റെ ഒരു ഫോർമേഷനിലൊക്കെ നമ്മൾ പഠിക്കും. ജസ്റ്റ് ഒരു 2 ലൈനിലൊക്കെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. വേണമെങ്കിൽ അങ്ങനെ നോക്കാം. കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫ് എന്ന് പറഞ്ഞ ഒരു 16th ചാപ്റ്റർ ഉണ്ടായിരുന്നു, അതിനകത്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. അത് വേണമെങ്കിൽ ആ ഒരു ബേസിൽ വേണമെങ്കിൽ നോക്കാം. ഇൻ കേസ് അതല്ല എന്നുണ്ടെങ്കിൽ ന്യൂസിൽ വേണമെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മെയ്ഡ് ഓഫ് ഇറ്റ് ക്യാൻ ബി യൂസ് ടു സ്റ്റോർ എനി ആൽക്കഹോളിക് ബെവറേജസ് എന്നാണ് പറയുന്നത്. എനി ആൽക്കഹോളിക് ബെവറേജസ് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനമല്ലേ, PET ആണ് സംഭവം. ആക്ച്വലി PET ഒക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. നമ്മൾ വാങ്ങുമ്പോൾ PET ബോട്ടിൽസ് ഒക്കെ വാങ്ങുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഇനി ആൽക്കഹോളിക് ബിവറേജസ് ക്യാൻ ആക്ച്വലി ആൽക്കഹോൾ അല്ലേ, പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്നതും ഉണ്ടാവും, എന്നാലും അങ്ങനെ ആലോചിക്കാമെന്നുള്ള രീതിയിലോട്ടോ ഞാൻ പറയുന്നത്. ആക്ച്വലി ഉണ്ട്, ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ തന്നെ അത് ആ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കൂടെ നോക്കിയാൽ മതി. ആർട്ടിക്കിൾസ് മെയ്ഡ് ഓഫ് ഇറ്റ് ക്യാൻ ബി ഈസിലി ഡിസ്പോസ് ഓഫ് ബൈ ഇൻസിനറേഷൻ വിത്തൗട്ട് കോസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. എന്തുവാടി അങ്ങനെയൊക്കെ നടക്കുമോ? ഒന്ന് ആലോചിച്ചാൽ പോരെ. എന്തെങ്കിലും സാധനം കത്തിക്കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസ്, അതായത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് പോലും എമിറ്റ് ചെയ്യില്ല എന്ന് പറയുന്നത് തന്നെ ഒരു അബ്സർഡ് സ്റ്റേറ്റ്മെന്റ് അല്ലേ എന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ഗ്രൂപ്പിംഗ് ആ സംഭവം എടുത്ത് കളയാൻ പറ്റും, ആൻസർ കിട്ടും. പിന്നെ വാട്ടർ ക്യാൻ ഡിസോൾവ് മോർ സബ്സ്റ്റൻസ് ദാൻ എനി അതർ ലിക്വിഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഡൈപോളർ ഇൻ നേച്ചർ. ഇത് പറയുവാണെങ്കിൽ നമ്മൾ ശരിക്കും 10th ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, പക്ഷെ ഈ പൊളാരിറ്റീനെ പറ്റിയിട്ട് അത്ര ഡെപ്തിൽ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്നാൽ +1 +2 നമ്മൾ ഇൻ കേസ് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. +1 +2 പൊളാരിറ്റി ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അപ്പൊ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. കാരണം ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആയതുകൊണ്ടാണോ മറ്റ് ലിക്വിഡിനെയൊക്കെ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്ന രീതിയിൽ ചിന്തിക്കാം. പിന്നെ ഹാസ് ഹൈ വാല്യൂ ഓഫ് സ്പെസിഫിക് ഹീറ്റ്, അതുകൊണ്ട് എന്താ ഹീറ്റാണ്, വീണ്ടും ഹീറ്റാണ്, ഡിസോൾവിങ്ങും ഹീറ്റും തമ്മിൽ ബന്ധമില്ല എന്നല്ല, ഒരു ഡയറക്റ്റ് റിലേഷൻ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എൻ ഓക്സൈഡ് ഓഫ് ഹൈഡ്രജൻ ഓക്സൈഡ് ആയതുകൊണ്ട് എന്താ അതിന് വേണമെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കാട് കയറി ചിന്തിച്ചൊക്കെ പോകാൻ പറ്റും. പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ഡൈപോളാർ ഇൻ നേച്ചർ ആണെന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് അതല്ലേ പോകുന്നത് നല്ലതെന്ന രീതിയിൽ ചിന്തിച്ചാലും മതി. ഈ ഒരു ക്വസ്റ്റ്യൻ ബേസിക് ആണ് വെൻ കൺസിഡറിങ് ഇഫ് യു ആർ എ സയൻസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻറ്. അതർവൈസ് എന്താണ് ഇത് ആണെങ്കിൽ നമുക്കൊന്ന് ട്രിക്കി ആക്കാം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്ത് വെച്ചു. ഞാനപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തീമില് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാനോ ടെക്നോളജി വെച്ചിട്ടാണ്. നാനോ ടെക്നോളജി എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നാനോ ടെക്നോളജി എന്താണ്?
നമുക്ക് 10⁻⁹ മീറ്റേഴ്സിനാണ് നമ്മൾ നാനോ എന്ന് വിളിക്കുന്നത്. പലതും ഉണ്ടല്ലോ, മീറ്റർ ഉണ്ട്. മീറ്റർ എന്ന് പറയുന്നത് 10⁻³ ആണ്. അതായത് 1000 നമ്മൾ ആ ഒരു കൺവേർഷൻ ഉണ്ട്, മീറ്റർ നാനോമീറ്റർ എന്നൊക്കെ അത് കൺവേർഷനിൽ വരുന്നതാണ്. 10⁻⁹ ആ ഒരു ചാർട്ട് ഉണ്ട് ആക്ച്വലി. 10⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലി ആണ്, 10⁻⁶ എന്ന് പറഞ്ഞാൽ മൈക്രോ ആണ്, 10⁻⁻⁹ എന്ന് പറഞ്ഞാൽ നാനോ ആണ്. അപ്പൊ ആ ഒരു കൺവേർഷൻ ഉണ്ട്. 10⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോ, 10⁻⁶ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഗാ, അങ്ങനെയൊക്കെ പോകുന്ന ഒരു ചാർട്ട് ഉണ്ട് ആക്ച്വലി. നമ്മൾ അത് വീണ്ടും ഞാൻ പറയുകയാണ്, അത് ഒരു +1 സ്റ്റുഡൻസിൽ അല്ലെങ്കിൽ സയൻസ് എടുത്തവർക്ക് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ അതായിരുന്നു. അത് ഫിസിക്സ് ആവട്ടെ കെമിസ്ട്രി ആവട്ടെ, ഫസ്റ്റ് ചാപ്റ്റർ ഈ ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചാർട്ടൊക്കെ ഉള്ള ഒരു കാര്യമൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിൽ വേണമെങ്കിൽ ചിന്തിച്ചാൽ നാനോ എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ നാനോ പാർട്ടിക്കിൾസ് എന്താണെന്ന് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇനി അതൊന്നും വേണമെന്നില്ല. നാനോ ടെക്നോളജി എന്താണെന്നൊക്കെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ PCM സ്റ്റുഡൻസ് കേട്ടവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും നമ്മളിത് ഒരുപാട് ക്ലാസ്സിൽ കേട്ടിട്ടും ഉണ്ടാവും. നാനോ ടെക്നോളജി ഈസ് സംതിങ് വിച്ച് ഇസ് ഡീലിംഗ് വിത്ത് പാർട്ടിക്കിൾസ് വിച്ച് ഹാവ് സൈസസ് അബൌട്ട് ഇൻ ദ റേഞ്ച് ഓഫ് 10⁻⁹ മീറ്റേഴ്സ്. വളരെ ചെറുതായിരിക്കും. അതിനെന്താ പ്രത്യേകത ഞാൻ പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പറയാം. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് ഐഡിയ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഗോൾഡ് എടുത്തിട്ടുണ്ടെങ്കിൽ, സാധാ ഒരു ഗോൾഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗോൾഡിന്റെ കളർ അറിയാലോ, ഗോൾഡൻ കളറാണ്. അത് കട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെറുതാക്കി കൊണ്ടുവന്ന് നാനോ സൈസിലാവുന്ന സമയത്ത് ഈ ഗോൾഡിന്റെ കളർ വരെ ചേഞ്ച് ആവും. അപ്പോൾ ഇറ്റ് സിഗ്നിഫൈസ് ലൈക്ക് നമ്മളിപ്പോ ആ നാനോ സൈസിലേക്ക് പോകും തോറും നമ്മൾ ഓരോ പാർട്ടിക്കിളിന്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരാറുണ്ട്. ആ പ്രോപ്പർട്ടീസ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള അപ്ലിക്കേഷൻസിലേക്ക് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി നാനോ ടെക്നോളജിയിൽ ഒരു വിഷയം. ആക്ച്വലി നാനോ ടെക്നോളജി ഈസ് കംപ്ലീറ്റ്ലി ഒരു വേറൊരു ഒരാള് നമ്മൾ വലുതായിരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഈ പറഞ്ഞ നാനോയിലേക്ക് പോകുന്ന സമയത്തുള്ള ആ സ്വഭാവം തന്നെ. അപ്പൊ ആ സ്വഭാവം എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് ഹീലിംഗ് ആയിട്ടുള്ള പല പ്രോഡക്ട്സ് ഉണ്ട്. സെൽഫ് ക്ലീനിങ് ക്ലോത്ത്സ് ഉണ്ട്. നമ്മളിപ്പോ പലതും കണ്ടിട്ടുണ്ട്. ചെളിയൊക്കെ ആയിക്കഴിഞ്ഞാലും അതിനകത്ത് പറ്റി പിടിക്കാതെ എന്താവും, ഇങ്ങനെ ഒഴുകി പോകാനൊക്കെ ചാൻസ് ഉള്ള ചില ക്ലോത്തും ചില മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അതുണ്ട്. നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് പഠിച്ചിട്ടുണ്ടാവും സെൽഫ് ക്ലീനിങ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആ നാനോ പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് ഇങ്ങനെ ഇതേപോലെ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാത്തതുകൊണ്ട് അതിങ്ങനെ ഒഴുകി പൊക്കോളും. അവിടെ ചെളി പിടിക്കില്ല. ചെളി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കൊറോഷൻ റെസിസ്റ്റന്റ് ആണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഈ സാധനം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ന്യൂസിൽ വന്നേക്കുന്ന കാര്യം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വന്നേക്കുന്നത് നാനോ ഫെർട്ടിലൈസർ ആണ്. ഈ നാനോ ഫെർട്ടിലൈസർ ഇഫ്കോ എന്ന് പറയുന്നത് ഒരു ഫാമേഴ്സിന്റെ ഇതാണ്. ഗോട്ട് അപ്രൂവൽ ഫോർ നാനോ സിങ്ക് ആൻഡ് നാനോ കോപ്പർ ലിക്വിഡ്സ്. ഇവർ ഇതിനു മുന്നേ നാനോ യൂറിയയുടെ നാനോ ഫെർട്ടിലൈസേഴ്സും അപ്രൂവൽ വാങ്ങിയായിരുന്നു. ഇപ്പൊ ഈ വർഷം വന്നാണ് നാനോ സിങ്കും നാനോ കോപ്പറും. അപ്പൊ ഈ രണ്ടെണ്ണവും പുതിയൊരു അഡീഷൻ ആണ് നാനോ ഫെർട്ടിലൈസറിനകത്തേക്ക്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു ന്യൂസ് വന്നുകൊണ്ട് അതെന്താണ് ജസ്റ്റ് നോക്കാം. നാനോ ഫെർട്ടിലൈസർ എന്താണെന്ന് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇട്ടേക്കുന്നത്. നാനോ ഫെർട്ടിലൈസേഴ്സ് ആർ ന്യൂട്രിയൻസ് എൻകാപ്സുലേറ്റഡ് വിത്തിൻ എ നാനോ മെറ്റീരിയൽ ടു enable controlled release and subsequent slow diffusion to the soil. ഓക്കെ, അതായത് ഈ പറഞ്ഞ സാധനം ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ പതുക്കെ ഇറങ്ങുള്ളൂ സോയിലിലേക്ക്. അപ്പോൾ സഡൻ റിലീസ് ഉള്ളത് കൊണ്ട് എന്താ പ്രശ്നം നമുക്കൊന്നും അറിയാലോ. നമ്മൾ ഈ പറഞ്ഞ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ സഡൻ റിലീസ് ആകുമ്പോൾ ആക്ച്വലി സോയിലിന്റെ സാലിനിറ്റിക്ക് നല്ല വ്യത്യാസം വരികയും പല രീതിയിലുള്ള ആ സോയിലിന്റെ ടെക്സ്ചർ തന്നെ മാറാൻ ചാൻസ്. നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കാറുണ്ട് അല്ലെ, സോയിൽ ഡീഗ്രഡേഷൻ നടക്കാറുണ്ടെന്നൊക്കെ. അപ്പൊ അതൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഈ പറഞ്ഞ നാനോ ഫെർട്ടിലൈസർ. അപ്പൊ അതൊക്കെ അതിൽ റിലീസ് ആവുന്നുള്ളൂ. അതൊരു കാര്യമാണ്. അപ്പൊ റിലീസ് ചെയ്യുന്ന കൺട്രോൾ ചെയ്തിട്ട് സ്ലോ ഡിഫ്യൂഷൻ ആണ് നടക്കുന്നത്. അതിൽ നാനോ സിങ്കും നാനോ കോപ്പർ എന്ന് പറയുന്നത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന്, അതായത് അതിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എഫിഷ്യൻസി ഓഫ് മൈക്രോന്യൂട്രിയൻസ്. സിങ്ക് എന്ന് പറയുന്ന എൻസൈം ഫംഗ്ഷനിങ് ഇൻ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ കോപ്പർ എന്ന് പറയുന്നത് എൻസൈമാറ്റിക് ആക്ടിവിറ്റീസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ക്ലോറോഫിൽ ആൻഡ് സീഡ് പ്രൊഡക്ഷൻ. ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞ റിലീസും കൂടെ കൊടുക്കുന്ന സമയത്ത് ഡയറക്ട്ലി നമ്മൾ സിങ്കും കോപ്പർ അതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാണ്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ആൻഡ് സബ്സിക്വന്റ് ലൈക്ക് ഫുഡ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസേഴ്സ് അല്ലേ. അപ്പൊ അതിനുള്ള ചില ഹെൽപ്പ് ഒക്കെ ഇതിന് നടക്കാവുന്നുള്ളൂ. അതിൽ ഓഫ് കോഴ്സ് നാനോ ലിക്വിഡ് വരെ നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ നാനോ ഡാപ്പും ഉണ്ടായിരുന്നു, വെർ ഓൾസോ അപ്രൂവ്ഡ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ അപ്രൂവ് ചെയ്തെന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഇപ്പൊ ജസ്റ്റ് ആ രീതിയിൽ മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ എന്താണ്, പിന്നെ അത് നാനോ ഫെർട്ടിലൈസറിനെ കൊണ്ട് എന്താണ് ചെറിയൊരു ഗുണം എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഗോൾഡീൻ ആണ്. ഓക്കെ, ഗോൾഡ് ഈൻ എന്താ ഉദ്ദേശിക്കുന്ന, ഗോൾഡ് ഇൻ 2 ഡയമെൻഷണൽ പ്ലെയിനിലേക്ക് കൊണ്ടുവരാണ്. അതായത് ഒരു അറ്റോമിക് ആയിട്ടുള്ള ആറ്റംസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഈ ആറ്റംസ്, ഒരു ഗോൾഡിന്റെ ആറ്റം, ഐ മീൻ ഗോൾഡിന്റെ
ആറ്റംസ്, ഓരോ ആറ്റം എടുത്ത് ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഒരു പ്ലെയിനിൽ വെറുതെ ഞാനിപ്പോൾ ഒരു ആറ്റം എടുത്തു, എവിടെ വെച്ചു, പിന്നെ അടുത്തൊരു ആറ്റം എടുത്തു, ഇങ്ങനെ വെച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഒറ്റ ഒന്നേ ഉള്ളൂ, അതിന് മേളിൽ സ്റ്റാക്ക് ചെയ്യല്ല, ഇങ്ങനെ പരത്തി വെക്കുകയാണ്. ആ രീതിയിൽ വരുമ്പോൾ അതൊരു പേപ്പറിനേക്കാളും വളരെ തിൻ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. ഒരു 1 ആറ്റം തിക്നെസ് ഉള്ള ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിൽ നമുക്ക് ഗോൾഡിന്റെ ആറ്റംസ് അറേഞ്ച് ചെയ്ത് കിട്ടുമല്ലോ, അതിനെയാണ് ഗോൾഡി എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആക്ച്വലി ഒരു ടൈറ്റാനിയം സിലിക്കൺ കാർബൈഡ് എന്ന് പറയുന്ന ഒരു ലെയറിന്റെ ഇടയിലൊക്കെ, ടൈറ്റാനിയം കാർബൈഡിന്റെ ഇടയിൽ സിലിക്കൺ ഒക്കെ വെച്ചിട്ട് അതിലേക്ക് ഗോൾഡ് ഇൻഫ്യൂസ് ചെയ്ത് പിന്നെ എച്ച് ചെയ്ത് കളയുന്നൊക്കെ ഒരു പരിപാടിയാണ്. ജസ്റ്റ് ഒന്ന് പറയാം, ഞാൻ ഇങ്ങനെ പറഞ്ഞോളൂ. നമുക്ക് ആ മെത്തേഡിലേക്ക് വലിയ രീതിയിലൊന്നും ശ്രദ്ധ കൊടുക്കേണ്ട, അറിഞ്ഞു വെച്ചാൽ മതി. ടെക്നിക്കൽ വശത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, പക്ഷെ ഒന്ന് അറിഞ്ഞു വെക്കുക. അതിപ്പോൾ ഒരു ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്, അതെങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടോ. ഫസ്റ്റ് നമ്മൾ Ti3SiCu2 എന്ന് പറയുന്നത് കണ്ടില്ല, അത് ലേയേഴ്സ് ആയിട്ട്, ആ ബ്ലൂ ലേയേഴ്സ് ഒക്കെ കണ്ടില്ല, അത് TiC2 ആ ഒരു രീതിയിൽ ഉണ്ടാവും. അതിന്റെ ഇടയിൽ വരുന്നത് എന്താ സിൽവർ കളറിലാണ് സിലിക്കൺ ഇങ്ങനെ വെച്ചേക്കുവാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു ലെയറിൽ ഒരു സാധനം കിട്ടിയില്ലേ, ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, സിലിക്കൺ ഗോൾഡ് അതിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ സിലിക്കൺ എന്താവും, സിലിക്കണിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ കളർ നോക്കിയാൽ മതി, ജസ്റ്റ് ആ കളേഴ്സ് റീപ്ലേസ്ഡ് ആയിട്ട് ആരായി മാറുന്നത്, ഗോൾഡ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ നമുക്ക് അപ്പൊ ഒരു ലെയറിലുള്ള ഗോൾഡ് കിട്ടിയില്ലേ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ മുകളിലുള്ള മറ്റേ ബ്ലൂ കളർ നമുക്ക് എടുത്ത് കളഞ്ഞാൽ മതി. ആ ബ്ലൂ കളർ എടുത്ത് കളയാനായിട്ട് നമ്മൾ എച്ച് ചെയ്ത് കളയും. എച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരണ്ടി കളയുന്ന പോലത്തെ സാധനമാണ് എച്ചിങ് എന്ന് പറയുന്നത്. അതങ്ങനെ ചുരണ്ടി എടുത്ത് കിടക്കുമ്പോൾ നമുക്കൊരു ഗോൾഡിന്റെ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിൻ കിട്ടുകയാണ്. ഓക്കെ, അതാണ് ഗോൾഡിന്റെ ഒരു ഗുണം. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഫോർ ദ ഫസ്റ്റ് ടൈംസ് റിസർച്ചർ have created a freestanding sheet of gold that is only 1 atom thick and named it as goldine. Okay, മിക്കവാറും ക്വസ്റ്റ്യൻ ഗോൾഡിൻ എന്താണെന്നായിരിക്കും ഉണ്ടാവുക, അപ്പൊ അതൊന്ന് നോക്കിയാൽ മതി. ഇനി മറ്റൊന്ന് എന്താ, റിസർച്ചേഴ്സ് ഫസ്റ്റ് സാൻഡ്വിച്ച് an atomic monolayer silicon between layers of titanium carbide. ടൈറ്റാനിയം കാർബൈഡിന്റെ ഇടയിൽ സിലിക്കൺ ആണ് എടുത്ത് വെച്ചത്. ആ സിലിക്കണെ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, when they are deposited gold on top of the sandwich, the gold atoms diffused into material and replace the silicon atoms. ഞാൻ പറഞ്ഞല്ലോ, സിലിക്കൺ ആറ്റംസ് റീപ്ലേസ് ചെയ്തിട്ട് അതിനിടയിൽ ഗോൾഡ് വരുമായിരുന്നു. അപ്പോൾ മോണോലെയർ ഓഫ് ഗോൾഡ് ഫോം ചെയ്യാണ്. സബ്സീക്വന്റ്ലി ഓക്കെ, ഒരു 1 ലെയർ തിയറി കിട്ടി. ഓക്കെ, ഇത് മറ്റേ ഈ പറഞ്ഞ ടേം ഒന്ന് നോക്കി വെക്കുന്ന നല്ലതാണ്. ദിസ് വാസ് ഡൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഏജ് ഓൾഡ് ജാപ്പനീസ് ടെക്നിക് യൂസ് ടു ഫോഴ്സ് കത്തനാസ് എന്ന് പറയും, അല്ലെങ്കിൽ കത്തനാസ് എന്നുള്ളതാണ് പ്രൊനൗൺസിയേഷൻ, അങ്ങനെ ആയിരിക്കും, അല്ലെ കട്ടനാസ് ആണോ എന്ന് അറിയില്ല. കത്തനാസ് ആൻഡ് ഹൈ ക്വാളിറ്റി നൈഫ്സ്. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കണം. ജപ്പാനിലെ നൈഫിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. ആ ഒരു ഷാർപ്നെസ് ഭയങ്കരമാണ്, ഭയങ്കര ഒരു തിന്നായിട്ടുള്ള സാധനമാണ്. അത് വെച്ച് ഭയങ്കര ഒരു ഇതാണ്. ആ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട്, ആ നൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് ചെയ്തേക്കുന്നത്. ആ മെത്തേഡിന്റെ പേരാണ് മുറക്കാമിസ് റിയേജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന കെമിക്കലിന്റെ പേരാണ് മുറക്കാമിസ് റിയേജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഗോൾഡിന്റെ അപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ ബി യൂസ് ഇൻ ദി ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ്, പിന്നെ it can be used in carbon dioxide conversion, hydrogen generating catalysis, selective production of value added chemicals, hydrogen production, water purification, etc. കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം തീരുമാനമാവും. ഒരുവിധം എല്ലാത്തിലും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഈ ക്വസ്റ്റ്യൻ തന്നിട്ട് ഗോൾഡിൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ, അല്ലെങ്കിൽ ഇത് ആപ്ലിക്കേഷൻ ബേസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ 1 2 3 4 5 6 7 എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ്സ് വരുവാണെങ്കിൽ ജസ്റ്റ് അനലൈസ് ചെയ്യുക. അതിൽ ഏതെങ്കിലും ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അതാണ് അതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും മോശമില്ലാത്ത കാര്യമല്ലേ, ചെയ്തുകൂടെ? ചെയ്യാൻ പാടില്ല എന്ന് നിർബന്ധം ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കാര്യം ആലോചിച്ച് ഈ മൊത്തത്തിൽ ഈ ഒരു ടോപ്പിക്സിന്റെ രീതിയിൽ പഠിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ആ പറ്റോ ഇല്ലയോ എന്നൊന്ന് ചിന്തിച്ച് നോക്കാം. ആക്ച്വലി അവിടെ ബ്രെയിൻ ആണ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ എത്രത്തോളം കണ്ടന്റ് എടുത്തു എന്നുള്ളതിനേക്കാളും ആ കണ്ടന്റ് എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇവിടെ ഒരു വിഷയം. ഓക്കെ, നെക്സ്റ്റ് ഫ്ലൂറസെന്റ് നാനോ ഡയമണ്ട്. പേര് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ, നാനോ ഡയമണ്ട് ആണ്. അപ്പൊ ഡയമണ്ടിന്റെ നാനോ ആയിട്ടുള്ള സൈസിലുള്ള ഒരു സാധനമാണ്. ദീസ് ആർ നാനോമീറ്റർ സൈസ് ഡയമണ്ട്സ് മെയ്ഡ് ഓഫ് കാർബൺ നാനോ പാർട്ടിക്കിൾസ്. എന്ത് വെച്ചുണ്ടാക്കിയിരിക്കുന്നു എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഡയമണ്ട് എന്ന് പറയുന്നത് കാർബണിന്റെ തന്നെ ഒരു അലോട്രോപ്പ് ആണല്ലോ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കണേ. കാർബൺ നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഡയമണ്ട് കാർബൺ എന്ന് പറയുന്നത് വേറെയാണെന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴേ കട്ട് ചെയ്ത് കളയരുത്. അതാണ് ആദ്യം ചിന്തിക്കേണ്ട ഒരു സംഭവം. എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു ധാരണയെ തന്നെയാണ് പറയുന്നത്. അറിയില്ലെങ്കിൽ മനസ്സിലാക്കുക, ഡയമണ്ട് കാർബൺ ഒന്നാണ്. കാർബൺ മറ്റൊരു അലോട്രോപ്പ് ആണ് എന്ത് പറയുന്നത്,
ഡയമണ്ട് എന്ന് പറയുന്നത്. മറ്റ് അലോട്രോപ്സ് ഏതൊക്കെയാണെന്ന് അറിയാലോ. ഗ്രാഫീൻ ഉണ്ട്, ഫുള്ളറീൻ എന്ന് പറയുന്ന രണ്ടുപേരും കൂടെ. മൊത്തത്തിൽ 3 അലോട്രോപ്സ് ആണ് കാർബൺ ഉള്ളത്. അതായത് കാർബൺ ഏത് രൂപത്തിൽ കാണപ്പെടുന്നു നമ്മുടെ നേച്ചറിൽ എന്നുള്ളതാണ്. കാർബൺ എന്ന് പറയുന്നത് ആക്ച്വലി അത് ഒരു അവതാരം എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. എല്ലാവർക്കും അവരവരുടേതായ അലോട്രോപ്സ് ഉണ്ട്. കാർബണും അതുപോലെ ഒരു അലോട്രോപ്പ് ഉണ്ട്. ആ അലോട്രോപ്പിൽ ഒരാളാണ് ഡയമണ്ട്. ആ ഡയമണ്ടിന്റെ നാനോ പാർട്ടിക്കിൾ സൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. ഐ മീൻ ഈ കാർബണിന്റെ നാനോ പാർട്ടിക്കിൾ സൈസ്ഡ് ആയിട്ടുള്ള സാധനത്തിനെ നമുക്ക് ഡയമണ്ട് ആയിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ. ഓക്കെ, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദേ ആർ പ്രൊഡ്യൂസ് ഇൻ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ പ്രോസസ്. ഓക്കെ, എനിവേ ആ ഒരു നമുക്ക് എപ്പോഴും ഡയമണ്ട് മേക്കിംഗ് തന്നെ നമുക്ക് അറിയാം, നല്ല ഹൈ പ്രഷറിൽ സോയിലിനകത്ത് കിടന്നിട്ട് കാർബൺ ഇങ്ങനെ കിടന്നാണ് കുറെ കാലത്തിന് ശേഷമാണ് എന്ത് കിട്ടുന്നത്, ഈ പറഞ്ഞ ഡയമണ്ട് തന്നെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ പ്രോസസ്സിന് വേണ്ടി വരുമല്ലോ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ പ്രോസസ് ആയിരിക്കും. സ്റ്റേബിൾ അണ്ടർ ലൈറ്റ്, നമുക്ക് ഇത് പ്രോപ്പർട്ടീസ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് നല്ലതാണ്. FNDs ആർ സ്റ്റേബിൾ അണ്ടർ ലൈറ്റ് ആൻഡ് ആർ ഇൻ ടോക്സിക് ടു ലിവിങ് തിങ്സ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. ടോക്സിക് അല്ല, ടോക്സിക് ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് മാറ്റേണ്ടതാണ്. ടോക്സിക് അല്ല എന്നാണ് ചിന്തിക്കേണ്ടത്. ഡോണ്ട് ബ്ലിങ്ക് വെൻ ഇറേഡിയേറ്റഡ് ഫോർ എ ലോങ് ടൈം. അതായത് കുറേ നേരം ലൈറ്റ് കൊടുത്തോണ്ട് ഇങ്ങനെ ലൈറ്റ് പെട്ടെന്ന് ബ്ലിങ്ക് ആയി പോവില്ല എന്നുള്ളതാണ്. അത് വീണ്ടും ഞാൻ ആ ഇട്ടേക്കുന്നത് തന്നെ നോട്ട് ചെയ്താൽ മതി. അവിടെ നമുക്ക് എന്താണ് പ്രശ്നം, അത് മാറാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവർക്ക് തെറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് കേട്ടോ ചിന്തിച്ചേക്കുന്നത്. ഇനി ഇതേ ഫ്ലൂറസൻസ് ലൈഫ് സ്പാൻ ഈസ് ഗ്രേറ്റർ ദാൻ 10 നാനോ സെക്കൻഡ്സ്. മേ ബി ഒരു ഫാക്ടറാണ്, ഒരു കുറച്ച് എക്സ്ട്രീം ഫാക്ടറാണ് ആ ഒരു രീതിയിൽ. എത്ര 10 നാനോ സെക്കൻഡിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ എന്നുള്ള രീതിയിൽ ഞാൻ പറയുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റിലേറ്റീവ്ലി ലോങ് ഡ്യൂറേഷൻ വിച്ച് മേക്സ് ദം ബെറ്റർ ദാൻ ക്വാണ്ടം ഡോട്ട്സ്. ക്വാണ്ടം ഡോട്ട്സ് എന്താണെന്നൊക്കെ നമുക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട, നമ്മൾ അടുത്ത സെഷനിലേക്ക് നമ്മൾ അത് കവർ ചെയ്യുന്നതായിരിക്കും. അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആണ് എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കാം. ഇനി FNDs can also be doped to enhance their electrical, magnetic, thermal or optical properties. ഡോപ്പിംഗ് എന്താണ്? നമ്മൾ സാധാരണഗതിയിൽ സെമി കണ്ടക്ടേഴ്സിൽ അതിൽ എക്സ്ട്രാ ഇലക്ട്രോൺസോ അല്ലെങ്കിൽ എക്സ്ട്രാ ഹോൾസോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്ട്രാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യും, അതായത് ചില മെറ്റൽസിനെ ആഡ് ചെയ്യും. അതിനെയാണ് ഡോപ്പിംഗ് എന്ന് വിളിക്കുന്നത്. തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. ഇതിനകത്തേക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഒരു ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഇലക്ട്രിക്കലും മാഗ്നറ്റിക്കും തെർമൽ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യും എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. ഇനി ആപ്ലിക്കേഷൻസ് ഒന്ന് നോക്കി വയ്ക്കും, നല്ലതാണ്. ദേ ഹാവ് മെനി ആപ്ലിക്കേഷൻസ് ഇൻ ഹൈ റെസൊല്യൂഷൻ ഇമേജിംഗ്, മൈക്രോസ്കെയിൽ ടെമ്പറേച്ചർ സെൻസിങ് ആൻഡ് കോറിലേറ്റീവ് മൈക്രോസ്കോപ്പി എമംഗ് അതേഴ്സ്. ഓക്കെ, മെഡിക്കൽ ഡയഗ്നോസിസ്. ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞ കൊല്ലം. അതിൽ നമ്മൾ ഫസ്റ്റ് ബയോടെക്നോളജി സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഫസ്റ്റ് നോക്കിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് മെഡിക്കലിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ആക്ച്വലി ഇത് തന്നെ, അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടേക്കുന്നത്. മെഡിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ പറ്റും, അത്രേ ഉള്ളൂ. അതിൽ വേറെ വിഷയമൊന്നുമില്ലല്ലോ, പറ്റില്ല എന്നൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ യൂസ് ചെയ്യാം, അതിൽ തെറ്റൊന്നുമില്ല. ട്രാക്ക് സെൽസ് ആൻഡ് ദെയർ പ്രൊജനിങ് ഓവർ ലോങ് പീരിയഡ്സ്. പിന്നെ ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നോക്കി വെക്കുക. അതൊന്ന് അത്യാവശ്യം ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കി പോവാ. ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കരുത്. ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇത് ഫ്ലൂറസൻ നാനോ ഡയമണ്ട് എന്ന് പറയുമ്പോൾ ഡയമണ്ട് പ്രോപ്പർട്ടീസ് ഉള്ളത്, ഡയമണ്ട് നല്ലതാണോ ചീത്ത, ഐ മീൻ ടോക്സിക് അല്ല, പിന്നെ ബ്ലിങ്ക് ചെയ്യില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ നാനോ മെറ്റീരിയൽസിന്റെ കാര്യങ്ങൾ തീർന്നു. ഇനി അടുത്ത മറ്റൊരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിലോട്ട് പോവാണ്, പീസോ ഇലക്ട്രിക് പോളിമേഴ്സ്. പീസോ ഇലക്ട്രിസിറ്റി എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. പീസോ ഇലക്ട്രിസിറ്റി ഈസ് സംതിങ്, നമ്മുടെ ഫോൺ, ഇപ്പൊ ടച്ച് ഫോണിലൊക്കെ എന്താ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ആണുള്ളത്. എങ്ങനെ വർക്ക് ചെയ്യുന്നത്? നമ്മൾ ഫോണിൽ ഇങ്ങനെ തൊടുവല്ലേ, തൊടുന്ന സമയത്ത് നമ്മൾ എന്ത് ഫോഴ്സാണ് കൊടുക്കുന്നത്? ഒരു മെക്കാനിക്കൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ മെക്കാനിക്കൽ ഫോഴ്സ് അതിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് അപ്പുറത്തുള്ള ആ മെറ്റീരിയൽ കാരണം അതിനപ്പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്ത് എന്ത് ഒരു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറി അവിടെ നമുക്ക് ആ സിഗ്നൽ ഒക്കെ വരുന്നു. അങ്ങനെയാണ് നമുക്ക് ആ ലൈറ്റ്, ഐ മീൻ ഡിസ്പ്ലേയിൽ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അത് തന്നെ, ആ പ്രിൻസിപ്പിളിനാണ് നമ്മൾ പറയുന്നത് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന്. ഞാൻ ഇപ്പൊ എക്സാമ്പിൾ ആ രീതി പറഞ്ഞെന്നുള്ളൂ. സിംപ്ലി ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഒരു മെക്കാനിക്കൽ ഫോഴ്സിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന മെറ്റീരിയലുകളെ, എല്ലാത്തിനെയും അല്ല, അങ്ങനെ മാറ്റുന്ന ചില മെറ്റീരിയലുകളുണ്ട്. ആ മെറ്റീരിയലിനെയാണ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ പീസോ ഇലക്ട്രിക് പോളിമർ ആണ് അവിടെ പറയുന്നത്. ഈ പോളിമേഴ്സ് എന്തായിരിക്കും? These are polymers that can generate electric charges on the surface under high pressure. നമ്മൾ ഫോഴ്സ്, മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞത് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് പ്രഷർ ഓർ സ്ട്രെയിൻ ആണ് കേട്ടോ. പ്രഷർ നമ്മൾ കൊടുക്കുന്ന പ്രഷർ ഓർ സ്ട്രെയിൻ ദസ് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ഇതിന്റെ ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഹയർ പീസോ ഇലക്ട്രിക് സ്ട്രെസ് കോൺസ്റ്റൻസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദേ ആർ മച്ച് ബെറ്റർ
സെൻസസ് ആൻഡ് സെറാമിക്സ്. ആക്ച്വലി ഇവിടെ നോക്കേണ്ടത് ഈ ഹയർ ആണ്, ആ ഹയർ പീസോ ഇലക്ട്രിക് സ്ട്രെസ് കോൺസ്റ്റൻസ് ആണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുമ്പോൾ അതെന്താണെന്നൊരു ഡൗട്ട് ഉണ്ടാവില്ല. അതിനാണ് ഞാൻ ആ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. മച്ച് ബെറ്റർ ദാൻ സെറാമിക്സ് എന്നുള്ള രീതി. നമ്മൾ സെറാമിക് സെൻസേഴ്സ്, നോർമൽ സെൻസേഴ്സ് ഉണ്ടല്ലോ, അതിനേക്കാളും ബെറ്റർ ആണെന്നുള്ള രീതി ചിന്തിച്ചാൽ മതി. ആക്ച്വലി സയൻസ് ടെക്നോളജിയിൽ മോസ്റ്റ്ലി ആട്ടോ, എല്ലായ്പ്പോഴും ഇത് അപ്ലിക്കബിൾ ഒന്നുമല്ല. മോസ്റ്റ്ലി നമുക്ക് ഒരു ടെക്നോളജി പുതിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പഴയ ടെക്നോളജിനേക്കാളും നന്നാവാനല്ലേ ചാൻസ്. മോശമായിട്ടുള്ള ടെക്നോളജി നമ്മൾ എടുക്കാൻ ചാൻസ് ഉണ്ടോ എന്ന രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്താ, ഇങ്ങനെ ആലോചിച്ചാലും മതി കേട്ടോ. ലോവർ ആണോ ഹയർ ആണോ എന്ന് നോക്കിയാൽ മതി. ഇനി ദേ ഹാവ് ലോ ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. കണ്ടോ, ചില കോൺസ്റ്റൻസ് ഹൈയും ലോ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. ഡയലക്ട്രിക് കോൺസ്റ്റൻസ് ഒക്കെ ടെക്നിക്കലാണ് വശം, ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ആൻഡ് ലോ എലാസ്റ്റിക് സ്റ്റിഫ്നെസ്. ഇലാസ്റ്റിക് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് വലിഞ്ഞിട്ട്, ആക്ച്വലി ഇവിടെ അതിനല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആ കൊടുക്കുന്ന പ്രഷറിനനുസരിച്ചിട്ടുള്ള ഒരു റെസ്പോൺസ് അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. എലാസ്റ്റിക് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ, ഇലാസ്റ്റിക് എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ, ഈ ടെൻസൈൽ സ്ട്രെങ്ത് എത്രത്തോളം സ്റ്റിഫായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ലോ ഡെൻസിറ്റി വിച്ച് റിസൾട്ട്സ് ഇൻ ഹൈ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആൻഡ് ലോ അക്കോസ്റ്റിക് ആൻഡ് മെക്കാനിക്കൽ ഇംപെഡൻസ്. എന്താണ് മെക്കാനിക്കൽ ഇംപെഡൻസ് എന്താണെന്നൊക്കെ നോക്കി വെക്കാൻ നല്ലതാണ്. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ക്ലാസ് ഭയങ്കര ലെങ്തി ആവും, അതുകൊണ്ടാണ് ഞാനതൊന്നും പറയാത്തത്. മനസ്സിലാക്കി വെക്കുക, എല്ലാം കൊണ്ടും നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് ഒരു കാര്യമായിരിക്കും. പക്ഷെ ആ ടേംസ് ഉണ്ടല്ലോ, ആ ടേംസ് ആണ് കൂടെ വിഷയം. ആ ടേംസ് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി പീസോ ഇലക്ട്രിക് പോളിമർ സെൻസേഴ്സ് and actuators offer the advantage of processing flexibility because they are lightweight, tough, readily manufactured. കണ്ടില്ല, അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ഏരിയാസ് ആണ്. നമുക്ക് അത്ര വലിയ ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ഒന്നല്ല. ആക്ച്വലി ആ ഒരു പീസോ ഇലക്ട്രിക് സ്ട്രെസ് കോൺസ്റ്റന്റ്, ഡയലക്ട്രിക് കോൺസ്റ്റന്റും ലോ ആയിട്ടുള്ള എലാസ്റ്റിക് സ്റ്റിഫ്നെസ്സും ആണെന്നുള്ളത് മാത്രം ഒന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, മറ്റു കാര്യങ്ങളൊക്കെ മറ്റതിനേക്കാളും ബെറ്റർ ആണ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്രാക്ക് ചെയ്യാം. ടെക്നിക്കൽ വശമായിട്ട് ക്വസ്റ്റ്യൻ പോവുകയാണെങ്കിൽ മാത്രമേ ഈ രീതിയിൽ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് എന്താ, നാനോപോർ ടെക്നോളജി ആണ്. നാനോപോർ ടെക്നോളജി എന്ന് ഉദ്ദേശിക്കുന്നത്, നാനോ ടെക്നോളജിയിൽ ഒരു 2-3 കൂടി ടോപ്പിക്സ് ഉണ്ട്, നോക്കാം. നാനോപോർ ടെക്നോളജി റെഫേഴ്സ് ടു എ നാനോ സ്കെയിൽ holes embedded in a thin membrane structure to detect the potential change when charged biological molecules smaller than nanopores pass through the hole. Okay, ഇത് ആക്ച്വലി നാനോപോർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ വേറെ ചിന്തിക്കേണ്ടത് കൂടുതൽ ബയോളജിക്കൽ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ബയോടെക്നോളജിയിൽ ഓൾറെഡി DNA RNA കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെയാണ് കുറച്ചും കൂടെ റിലവൻസ് വരുന്നത്. ഈ കാര്യം വേണമെങ്കിൽ ബയോടെക്നോളജീന്റെ അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ, അതായത് ബയോടെക്നോളജി തീമിലേക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് മാപ്പ് ചെയ്തിട്ട് വരാവുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ ഇട്ടു എന്നുള്ളൂ. ആക്ച്വലി ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇതിൽ എന്താണ്, ഇറ്റ് ഹാസ് പൊട്ടൻഷ്യൽ ടു സെൻസ് ആൻഡ് അനലൈസ് സിംഗിൾ മോളിക്യൂൾ അമിനോ ആസിഡ്സ്, DNA RNA. സീക്വൻസിങ് നമ്മൾ പറഞ്ഞായിരുന്നു, DNA RNA സീക്വൻസിങ് ഒക്കെ, അതിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്നൊരു സാധനമായിരിക്കും നാനോ പോർ ടെക്നോളജി എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്, പൊട്ടൻഷ്യൽ സെൻസ് ആൻഡ് അനലൈസ്. ഓരോ RNA DNAയിലും അല്ലെങ്കിൽ അമിനോ ആസിഡ്സിനൊക്കെ ഏതാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനെ പോലെ അത് അനലൈസ് ചെയ്യാൻ കൂടെ പറ്റുവാണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്താൽ പോരെ പെട്ടെന്ന്. ഈ സീക്വൻസിങ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ATG സാധനങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുന്നതാണ് സീക്വൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ മെത്തേഡ് ഫോർ സീക്വൻസിങ് DNA and RNA by detecting changes in electric conductivity as molecules pass through the nanopore. അതിനകത്ത് കൂടെ പാസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നത്. ഇതൊന്ന് ഈ ഒരു സൂപ്പർഫിഷ്യൽ ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ മതി, അറിഞ്ഞു വെച്ചാൽ മതി. അതിൽ ഡയഗ്രാം ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. മനസ്സിലാവുന്നിടത്തോളം പോലെ മനസ്സിലാക്കി വെച്ചാൽ മതി. കാട് കയറി ചിന്തിക്കേണ്ട. വീണ്ടും പറയുവാണ്, UPSC ഹൈലി ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുവിധം എല്ലാവർക്കും ടഫായിരിക്കും. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഭയങ്കര കിടിലായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ട. ഒരു വാസ്തവം പറയാവുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പോലും സയൻസ് ഒരുവിധം ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിവിടെ UPSC ചോദിക്കുന്നത് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മളിപ്പോൾ ഇത്രയും ക്ലാസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവാണ്. കൂടുതലും ചോദിക്കുന്നത് ഫാക്ട് ഓറിയന്റഡാ. അപ്പോൾ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ എങ്ങനെ പഠിക്കുന്നു, അതുപോലെ തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും പഠിക്കണം. ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും പൊളിറ്റി. അതുപോലെ തന്നെ ബുദ്ധിമുട്ട് ചിലപ്പോൾ ഒരുപോലെ ഫേസ് ചെയ്യുന്ന ഭാഗങ്ങൾ സയൻസ് ടെക്നോളജിയിൽ ഉണ്ടാവും. എങ്ങനെയാണോ അതൊക്കെ തുല്യമായിട്ട് തന്നെ പോവാറ്.
ഒന്നോ രണ്ടോ പേര് കുറച്ച് എക്സ്ട്രോർഡിനറി ആയിട്ട് പഠിച്ചു പോകുന്നത് ഉണ്ടാവാം. അത് ഞാൻ എക്സെപ്ഷണൽ കേസായിട്ട് മാറ്റി വെക്കുക. അതല്ലാതെ ജനറലി എല്ലാവർക്കും ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആ ഈഗോ എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഒരിക്കലും ഞാൻ സയൻസ് അല്ലല്ലോ അതുകൊണ്ട് എനിക്ക് പറ്റുമോ എന്നറിയില്ലല്ലോ എന്ന രീതിയിൽ ചിന്തിക്കരുത്. എല്ലാവർക്കും, ഞാനൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, സ്റ്റിൽ എനിക്കും ഈ ഫാക്റ്റ് ഒക്കെ മനസ്സിലാക്കി പഠിച്ചു വെക്കാൻ, ബൈ ഹാർട്ട് പഠിച്ചു വെക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. ചിലതൊക്കെ നമുക്ക് എത്ര കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ വിചാരിച്ചാലും UPSCക്ക് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു രീതികൾ അറിയണമെങ്കിൽ നമ്മൾ ഹൈ ആയിട്ട് നമുക്ക് എന്തറിയണം, ആ ഒരു എനർജി, ഐ മീൻ കോൺസെപ്റ്റ് അത്രയും ഡെപ്തിൽ അറിയണം. അത്രയും ഡെപ്തിലൊക്കെ അറിയാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കുക. എല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഇത് എല്ലാവരും പറഞ്ഞ് തഴമ്പിച്ചൊരു കാര്യമാണെന്ന് അറിയാം. സ്റ്റിൽ ഞാൻ പറയുകയാണ്, വലിയൊരു കുഴപ്പമൊന്നുമില്ല, നൈസായിട്ട് തന്നെ ചെയ്തു പോവുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നാനോ ബബിൾ ടെക്നോളജി. നാനോ ബബിൾ ടെക്നോളജീസ് ആണ്. ബബിൾസിന്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് അതിന്റെ പ്രോപ്പർട്ടീസ്, നമ്മൾ എന്തായാലും പറഞ്ഞല്ലോ, സൈസ് കുറയുന്നതിനനുസരിച്ച് പ്രോപ്പർട്ടീസ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നാനോ ബബിൾ ടെക്നോളജിയിൽ ബബിൾസിന്റെ സൈസ് കുറയുമ്പോൾ എന്താവും, ഇതിന് പല രീതിയിലുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട്. വാട്ടർ ട്രീറ്റ്മെന്റ്, എൻവയറമെന്റൽ റെമഡീഷൻ, ഹൈഡ്രോപോണിക്സ്, ബെവറേജസ് ഇൻഡസ്ട്രീസ്, ഇവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ നാനോ ബബിൾ ടെക്നോളജിയിലേക്ക് നമ്മൾ പോയത്. നാനോ ബബിൾ ടെക്നോളജി, നാനോ ബബിൾസ് ആർ 70 to 121 നാനോമീറ്റേഴ്സ് ഇൻ സൈസ്, 2500 ടൈംസ് സ്മോളർ ദാൻ എ സിംഗിൾ ഗ്രെയിൻ ഓഫ് സോൾട്ട്. അതായത് ഒരു സോൾട്ട് എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഉപ്പ്, പഞ്ചസാര പോലും അല്ലേ, ഉപ്പാണ്. ഉപ്പിന്റെ ഒരു മണി എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു മണിയുടെ 2500 മടങ്ങ് ചെറുതാണ് ഈ നാനോ ബബിൾ എന്ന് ഓർക്കുക. അത് എത്ര ചെറുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ they can be formed using any gas and injected into any liquid. Any extreme statement ആണെന്ന് വിചാരിച്ച് തട്ടിക്കളയരുത്. ആർക്ക് വേണമെങ്കിലും ഏത് ഗ്യാസിനെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ നാനോ ബബിൾ ടെക്നോളജി ചെയ്യാം എന്ന് തന്നെ മനസ്സിലാക്കുക. പിന്നെ therefore നാനോ ബബിൾ ടെക്നോളജി യൂസ് ഇൻ എ വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻസ്. കണ്ടോ, വാട്ടർ ട്രീറ്റ്മെന്റ്, അഗ്രികൾച്ചർ, അക്വാകൾച്ചർ, ഫുഡ് പ്രോസസിങ് ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർട്ടീസ് എന്താ, ഈ സൈസ് കുറയുന്നതിനനുസരിച്ചിട്ടേ ഇതിന്റെ ഏരിയ കൂടും. അത് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സൈസ് കുറയുന്നതനുസരിച്ച് മൊത്തത്തിലുള്ള, അതായത് മൊത്തം ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഒരു വലിയൊരു ബ്ലോക്ക് ഒരു ക്യൂബ് എടുത്തിട്ട് അതിന്റെ മൊത്തമുള്ള ഏരിയ നോക്കുന്നതും, ആ ക്യൂബുകൾ നമ്മൾ വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ ഓരോ ക്യൂബിന്റെ നോക്കിയിട്ട് ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അതിന്റെ ഏരിയ കൂടും. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ നാനോ ബബിൾസിന്, വലിയൊരു ബബിളുടെ മൊത്തത്തിലുള്ള ഷേപ്പ്, ആ ഒരു ഇത് ആലോചിച്ച് നോക്കിയാൽ ഒരു വലിയൊരു ഗോളമാണ് അല്ലെങ്കിൽ ഒരു വലിയൊരു സ്ഫിയർ ആണ്, അതിന്റെ ടോട്ടൽ ഏരിയയും അതിനെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു 4-5 സ്ഫിയർ ആക്കി മാറ്റി. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ത് വ്യത്യാസം വരൂലേ, കുറച്ചും കൂടെ കൂടും ടോട്ടൽ ഏരിയ വരും. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏരിയ കൂടുതലാവാണ്. അപ്പൊ ഏരിയ കൂടുതലാവുമ്പോൾ ആക്ച്വലി എന്താവും, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഏരിയ കൂടുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് പാർട്ടിക്കിൾസ്, ട്രാൻസ്ഫർ കുറച്ചും കൂടെ എളുപ്പത്തിൽ നടക്കും. സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞാവേ, നമ്മള് സാധാ സോപ്പിന്റെ ബബിളാണ്. ബബിളിനകത്ത് എന്തുണ്ട്, അകത്ത് എയർ ഉണ്ട്, പുറത്തും എയർ ഉണ്ട്. ആ അകത്തുള്ള എയർ പുറത്തോട്ട് പോകാനായിട്ട് ആ ഒരു ഇന്റർഫേസ് ഇല്ലേ, അതൊരു ലിക്വിഡിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയും. അതായത് ആ ബൗണ്ടറി വിളിക്കുന്നതാണ് ഇന്റർഫേസ്. അപ്പൊ ഈ അകത്തുള്ള സാധനം പുറത്തോട്ട് പോകുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറയും. ആക്ച്വലി അത് ട്രാൻസ്ഫർ എന്ന് ജനറലി പറയും. ഡിഫ്യൂഷൻ പ്രോസസ്സിലൂടെയാണ് നടക്കാറ് എങ്കിൽ എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഈ പ്രിൻസിപ്പിൾ വെച്ചില്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ അക്വേറിയത്തിലൊക്കെ ബബിൾ ചെയ്യുന്നത്, ഓക്സിജൻ ബബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഓക്സിജൻ എന്ത് ചെയ്യുന്നത്, ഗ്യാസ് ആണ് അല്ലെ. ആ ലിക്വിഡിന്റെ സർഫസ് ഉള്ള അകത്ത് ഗ്യാസിന്റെ സാധനങ്ങളാണ്, ഇങ്ങനെ ഉണ്ട സാധനങ്ങളാണ് വരുന്നത്. അത് എപ്പോഴാണ് പൊട്ടുന്നത്, അതിനകത്തുള്ള ഗ്യാസ് പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പൊ ആ ഗ്യാസ് എന്ത് ചെയ്യും, ഈവൻലി നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയും എല്ലാ അക്വാറ്റിക് ആയിട്ടുള്ള സാധനത്തിന് ഓക്സിജൻ കിട്ടും. ഇതാണ് സാധനം. അപ്പൊ ഇതേപോലെ സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ എന്താവും, ഈ ട്രാൻസ്ഫർ കൂടില്ലേ. ട്രാൻസ്ഫർ കൂടിക്കഴിഞ്ഞാൽ എന്താ, നല്ല രീതിയിലല്ലേ ഈ പറഞ്ഞ ഗ്യാസിന്റെ ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ ഡിഫ്യൂഷൻസ് ഒക്കെ നല്ല രീതിയിൽ നടക്കാമല്ലോ. അതാണ് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി ബ്രൗണിയൻ മോഷൻ. ബ്രൗണിയൻ മോഷൻ എന്ന് പറയുന്നതേ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. സാധാരണ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ലൈറ്റില് ചില പാർട്ടിക്കിൾസ് ഇങ്ങനെ കടന്ന് ഇങ്ങനെ എന്താവും, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചില സമയത്തൊക്കെ നല്ല വെയിലും നല്ല പൊടിയുള്ള ഒരു സമയത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റും ചില പാർട്ടിക്കിൾസ് ഇങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് സിറ്റി ഏരിയയിലൊന്നല്ല, കുറച്ചും കൂടെ കാമായിട്ടൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ അതിനെയാണ് ബ്രൗണിയൻ മോഷൻ എന്ന് വിളിക്കുന്നത്. നോർമലി സം പാർട്ടിക്കിൾസ് വിൽ ബി വൈബ്രേറ്റിംഗ് ഇൻ ഓൾ ദ ഡയറക്ഷൻസ്.
Okay, a Brownian motion, nanobubbles stay in the water for a long time. This unique features enables nanobubbles to provide a homogeneous distribution of oxygen throughout. അപ്പൊ ഈ ബ്രൗണിങ് മോഷൻ കാരണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ, അപ്പൊ ഒരുപാട് നേരം അതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഡിഫ്യൂഷൻ നല്ല വൃത്തിക്ക് ഹോമോജീനിയസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. ഒരു സ്ഥലത്ത് മാത്രം അക്യുമുലേറ്റ് ചെയ്യുന്നതിന് പകരം ഹോമോജീനിയസ് ആയിട്ട് പോകും. ഓക്കെ, കൂടുതൽ ഞാൻ പറയണില്ല. ഹൈ ഓക്സിജൻ ട്രാൻസ്ഫർ എഫിഷ്യൻസി ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇന്റർഫേസിന്റെ അകത്ത് കൂടെ പെട്ടെന്ന് തന്നെ ഏരിയ കൂടുതലായതുകൊണ്ട്. സർഫസ് ചാർജ് ഉണ്ടാവും. Nanoparticles are strong surface charge. This negative charge improves separation efficiency in the floating process. Froth flotation process ഒക്കെ എന്ന് പറയുന്നത് ഈ ചില സെപ്പറേഷൻ പ്രോസസ് ആണ്. രണ്ട് മിക്സ്ചേഴ്സിനെ നമ്മൾ രണ്ടാക്കി തിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ ഫ്ലോട്ടിംഗ് പ്രോസസ്സ്. അതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. എനിവേ, ഈ ഒരു കാര്യം ജസ്റ്റ് ആ പ്രോപ്പർട്ടീസ് ഒന്ന് പഠിക്കാം. പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഒന്നും കൂടെ ഒക്കെ കേട്ട് നോക്കുക. ഇനി കേട്ടിട്ടും അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. എവിടെയെങ്കിലും ഒന്നും ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കുറച്ചും കൂടെ ഉപകാരമുള്ളൊരു ഭാഗമാണ്. ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് ആ ഒരു സയന്റിഫിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒന്ന് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, ആ ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത്, ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ മിസ്ലീനിയസ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇതുവരെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് നാനോ എന്ന് വിളിച്ച് തന്നെ പറയാൻ പറ്റുന്നതായിരുന്നു. ഇനി കുറച്ചും കൂടെ മിസ്ലീനിയസ് ആണ്. ഒന്ന് ആറ്റംസ് ഫോർ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ന്യൂസിൽ വന്നതാണ്. ആറ്റംസ് ഫോർ നമ്മുടെ ബാർക്കും IAEAയും കൂടെ ആണ് ഈ പറഞ്ഞ ആറ്റംസ് ഫോർ ഫുഡ്, ബാർക്ക് IAEAന്റെ ആറ്റംസ് ഫോർ ഫുഡ് എന്ന് പറയുന്ന ഒരു ഫോറത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതന്നെയല്ലേ? അതെ, പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സയന്റിഫിക് ഫോറം ആറ്റംസ് ഫോർ ഫുഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് ഇവിടെ പഠിക്കേണ്ട രീതി, ആ ന്യൂസിലേക്കാൾ ഇമ്പോർട്ടൻസ് വരുന്നത് IAEA ആണ് ആറ്റംസ് ഫോർ ഫുഡിന്റെ ആ സയന്റിഫിക് ഫോറം എന്ന് വിളിക്കുന്നതെന്ന് ആലോചിച്ച് വെക്കുക. അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി ജോയിന്റ്ലി ലോഞ്ച് ബൈ IAEA ആൻഡ് FAO. ആറ്റംസ് ഫോർ ഫുഡ് IAEAയും അതുപോലെ IAEAയും പിന്നെ FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, അറിയാമെന്ന് വിചാരിക്കുന്നത്. ഇനി അതിന്റെ എവിടെയാ ലോഞ്ച് ചെയ്തത്? റോമിലാണ്, ഇറ്റലി കേട്ടോ. ഇതല്ല, നമുക്ക് ഇത് വരാൻ പാടില്ല എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു ഡയമെൻഷൻ ആണ് ഈ പറഞ്ഞേക്കുന്നത്. സ്റ്റെപ്സ് ടേക്കൺ ബൈ ഇന്ത്യ ടു ലെവറേജ് ന്യൂക്ലിയർ ടെക്നോളജീസ് ഫോർ എൻഹാൻസിങ് ഫുഡ് സെക്യൂരിറ്റി. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ മെയിൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. നമുക്ക് അറിഞ്ഞു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് ഒരു രീതിയിലും ഇത് പ്രിലിംസ് ആണ്, ഇത് മെയിൻസ് ആണ് എന്നുള്ള രീതിയിലൊന്നും നമുക്ക് സെപ്പറേഷൻ ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ എല്ലാം പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. പക്ഷെ ഇത് എനിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആ കൺവേ ചെയ്യണം, അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇട്ടേക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഐഡിയ ഉണ്ടാക്കി വെക്കുക. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട് ആറ്റംസ് പറയുന്നത് എന്താ, ഭയങ്കര നമ്മുടെ ഇതാണല്ലോ, സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്നുള്ള രീതിയിലല്ലേ. അപ്പൊ അതിനെ ഉപയോഗിച്ച് നമ്മൾ ഫുഡിലേക്ക് എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ പ്രിസർവേഷൻ ടെക്നിക് ആവാം, അല്ലെങ്കിൽ അതിന് ന്യൂട്രീഷൻ എൻഹാൻസിങ് ആയിട്ടുള്ള മെത്തേഡ്സ് ആവാം, എന്ത് വേണമെങ്കിൽ ആവാം. ആ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പറഞ്ഞ ആറ്റംസിന് യൂസ് ചെയ്യണമെങ്കിൽ, ആറ്റംസ് യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഓഫ് കോഴ്സ് അവിടെ ന്യൂക്ലിയർ ടെക്നോളജീസ് ആണ് വരുന്നത്. അപ്പൊ ന്യൂക്ലിയർ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ആറ്റംസ് ഫോർ ഫുഡ്. ഇനി അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അങ്ങനെയും വരാം. ആറ്റംസ് ഫോർ ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതിന്റെ മെയിൻ ആയിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് ന്യൂക്ലിയർ ടെക്നോളജീസ് ഇൻ ഫുഡ് ഇൻഡസ്ട്രീസ് ആണ്. സിമ്പിൾ. ഓക്കെ. ഇനി അതായത് ലോഞ്ച് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരുടെയൊക്കെ ഇനീഷ്യേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ IAEAന്റെയും FAOന്റെയും. ഓക്കെ. ഇനി നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? PMKSY, നമ്മുടെ സമ്പദ യോജന എന്ന് പറയുന്നത്. നമുക്ക് ഈ സ്കീംസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ ഇനിയിപ്പോൾ പഠിക്കാനുള്ള ഒരു സംഭവമാണല്ലോ. അത് പഠിക്കുന്ന സമയത്ത് ഒരുപാട് കേൾക്കുന്നതാണ് PMKSY എന്ന് പറയുന്നത്. പിന്നെ ബാർക്ക് 42 ഹൈ yielding സീഡ് വെറൈറ്റീസ് ത്രൂ ഗാമ ഇറേഡിയേഷൻ. ഗാമ ഇറേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ ടെക്നോളജിയാണ്. അത് വെച്ച് നമ്മൾ എന്താ ഹൈ yielding വെറൈറ്റി സീഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ ബാർക്ക് has established 2 major irradiation facility at വാശി and നാസിക് ഇൻ മഹാരാഷ്ട്ര. പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഇതായിരിക്കാം, ഇറിഡേഷൻ ഫെസിലിറ്റി എവിടെയുള്ളത്? ഇന്ത്യക്ക് ഇറിഡേഷൻ ഫെസിലിറ്റീസേ ഇല്ല എന്ന് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വരാവുന്നതേ ഉള്ളൂ. അപ്പൊ നോക്കുമ്പോൾ നമുക്ക് 2 സ്ഥലത്ത്, മഹാരാഷ്ട്രയിൽ 2 സ്ഥലത്തുണ്ട് എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് ഞാൻ പറഞ്ഞത്. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ ഇവിടെ ഫ്രെയിം ചെയ്യപ്പെടുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഇത്രയും ടോപ്പിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും ചിന്തിക്കാം. ഏതൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും അങ്ങനെ അവിടെ ഫാക്ട് എന്തുണ്ട് എന്ന രീതിയിൽ ചിന്തിക്കണേ. ഇനി 3D ഹോളോഗ്രാം ടെക്നോളജി. ആക്ച്വലി ഈ ഒരു ന്യൂസ് വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നമ്മുടെ ഡിമോണിറ്റൈസേഷന്റെ ടൈമിൽ
2016 നടന്നതല്ലേ. ആ ഡിമോണിറ്റൈസേഷൻ ടൈമിൽ നമ്മൾ എല്ലാവരും കേട്ടതായിരുന്നു, നമ്മൾ കിട്ടാൻ പോകുന്ന പുതിയ നോട്ട് 2000-ന്റെയും 500-ന്റെയും നോട്ടിനകത്ത് ചിപ്പ് വരും എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനുശേഷം പല രീതിയിൽ ട്രോളും കാര്യങ്ങളൊക്കെ അതൊരു ചർച്ചയായിരുന്നു. ഞാൻ ആ ഒരു പൊളിറ്റിക്കൽ വശത്തോട്ട് പോകുന്നില്ല. എനിവേ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അതുപോലത്തെ ഒരു ടെക്നോളജി ജപ്പാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നോട്ടുകളിൽ അവർ ആ ഫോർഫിറ്റിംഗ് തടയാൻ വേണ്ടിയിട്ട്, കള്ളനോട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലത്തെ ഹോളോഗ്രാം 3D ഹോളോഗ്രാം ടെക്നോളജി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി റെവല്യൂഷനൈസിങ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിവിടെ എടുത്തിട്ടേക്കുന്നത്. അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് 3D ഹോളോഗ്രാം ടെക്നോളജി എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അല്ല ജപ്പാൻ ചെയ്തു ഓക്കെ, അത് അറിഞ്ഞു വെച്ചത് മതി. പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കാം കേട്ടോ. ജപ്പാൻ ഇഷ്യൂഡ് ഇറ്റ്സ് ഫസ്റ്റ് ന്യൂ ബാങ്ക് നോട്ട്സ് ഇൻ 2 decades. yen ആണെന്ന് അറിയാലോ അല്ലെ, പാക്ഡ് വിത്ത് 3D ഹോളോഗ്രാം ടെക്നോളജി ടു ഫൈറ്റ് counterfeiting. Okay, counterfeiting. It is a virtual 3-dimensional image created by interference of light beams that reflect real physical objects. Actually ഹോളോഗ്രാം ഒക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഹോളോഗ്രാംസ് ഒക്കെ ഇപ്പോൾ പലരും വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുള്ള സംഭവം ഈ മിററൊക്കെ വെച്ചിട്ട്. അപ്പൊ ആ ഹോളോഗ്രാമിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയണില്ല. ഇപ്പൊ അതിനെ പറ്റി നമുക്കിവിടെ UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ. Holograms preserve the depth, parallax and other properties of original items. Parallax ഒക്കെ എന്നാ പറഞ്ഞാൽ അറിയില്ല, ഒരു കണ്ണ് കുത്തി ഇങ്ങനെ മറ്റൊരു കണ്ണാകുമ്പോൾ എററിനെയൊക്കെ അതാണ് പാരലാക്സ് എന്ന് പറയുന്നത്. Unlike conventional 3D projection, holograms can be seen with the naked eye. It uses a principle of interference and diffraction of light waves to reconstruct 3D images of objects. Interference-ഉം diffraction-ഉം അറിയാമെന്ന് വിചാരിക്കുന്നു. ലൈറ്റിന്റെ എന്താ പറയുന്നത്, ലൈറ്റിന്റെ സൂപ്പർ ഇമ്പോസിഷനും ലൈറ്റ് ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇന്റർഫറൻസ് ഉണ്ടാവുന്നത്. ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് ഉണ്ടാവും. ലൈറ്റിന്റെ ഈ വേവ്സ് ഉണ്ടല്ലോ, വേവ്സിന്റെ ഒരേപോലത്തെ വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അവിടെ എന്താ ലൈറ്റ് വേവ്സും ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അവിടെ ക്യാൻസൽ ആയിട്ട് ഡാർക്ക് ആയി പോകും. അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, വിട്ടേക്ക്, കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അതാണ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഡിഫ്രാക്ഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ പാസ് ചെയ്യുമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഈ ലൈറ്റ് എന്ത് ചെയ്യും, ഒരു ചെറുതായിട്ടൊന്ന് കയറിയിട്ട് അപ്പുറത്തോട്ട് നിൽക്കാറുണ്ട്. അതാണ് ഡിഫ്രാക്ഷൻ. ഓക്കെ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഇതിൽ റെക്കോർഡഡ് ആവാറുണ്ട്. ഇനി there are two methods for creating holograms: computer generated holograms for augmented reality glasses and actual holograms for optical displays. ഈ actual holograms ഒക്കെ നമ്മൾ ഒരുപാട് പല സ്ഥലത്തും ചെറിയ ചെറിയ ഫെസ്റ്റുകളിൽ പോലും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസസ് എന്താണെന്ന് അറിയാലോ, AR ഗ്ലാസ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കട്ടോ. ഇനി അടുത്ത തീമിലൊക്കെ അത് വരുന്നുണ്ട്. ഇനി ആപ്ലിക്കേഷൻ എന്താ, മെഡിസിൻ, മിലിറ്ററി, വെതർ ഫോർകാസ്റ്റിംഗ്, VR, ഡിജിറ്റൽ ആർട്ട്, സെക്യൂരിറ്റി. ഇപ്പോൾ എല്ലാ തീമിലും വന്നല്ലോ, അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി 3D ഹോളോഗ്രാം ടെക്നോളജി ഒരു നല്ലൊരു ടോപ്പിക് ആയിട്ട് തോന്നി എനിക്ക്. നമ്മുടെ ആ ഒരു പഴയ കാലത്തെ ചിപ്പും കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അടുത്ത് പറഞ്ഞത് കേട്ടോ. ലിക്വിഡ് നൈട്രജന്റെ കേസും ഞാൻ ഇതേപോലെ വായിച്ചപ്പോൾ പണ്ട് എൻ്റെ നാട്ടില് ഈ പറഞ്ഞ പോലെ ലിക്വിഡ് നൈട്രജൻ വെച്ചിട്ട് ഐസ്ക്രീംസ് ഉണ്ടാക്കുമായിരുന്നു. അത് തുടങ്ങിയത്, അതൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങിയതാ. എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഈ FSSAIന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ വന്ന ആ സമയത്ത് ഇതൊരു ഇഷ്യൂ ആയിരുന്നു. ലിക്വിഡ് നൈട്രജൻ ചില ഹെൽത്ത് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നതിൽ കൊടുത്തിട്ടുണ്ട്. ചില ഹെൽത്ത് ഇമ്പാക്ട്സ്, മെയിൻ ആയിട്ടുള്ള ഹെൽത്ത് ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് ബേൺ ഉണ്ടാവും എന്ന് പറഞ്ഞു. കോൾഡ് ബേൺ എന്ന് പറയുന്നത് നമുക്ക് നാവിനെ പെട്ടെന്ന് ഇങ്ങനെ ഇതായി പോകും, ആ ഒരു ഭാഗം തന്നെ തരിച്ചു പോകും, മരവിക്കുക എന്നൊക്കെ പറഞ്ഞ അവസ്ഥയാണ്. ഭയങ്കര സിവിയർ ആയിട്ട് പോവുക ചെയ്യാം. അപ്പൊ അത് വരും എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ ഇഷ്യൂ ചൂണ്ടിക്കാണിച്ച ആൾക്കാർ വന്നിട്ട് അതിനൊരു ചെറിയൊരു പ്രതിഷേധമൊക്കെ നടന്നു. അത് പോയായിരുന്നു. അന്ന് അവരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നതാണ്, ഇതിന്റെ പ്രശ്നം ഒറിജിനലി ഉണ്ടോ, അതൊന്ന് പഠിച്ചു തരാൻ പറ്റുമോ. അപ്പൊ ഇരുന്ന് കുറെ വായിച്ചുണ്ടാക്കിയ ഒരു അറിവായിരുന്നു ലിക്വിഡ് നൈട്രജനുള്ള പ്രശ്നങ്ങൾ. എക്സ്ട്രീം കേസസിലുള്ള പ്രശ്നമല്ല, പക്ഷെ ഫുഡ് പാർട്ടിക്കിൾസിലേക്ക് അത് ലിക്വിഡ് നൈട്രജൻ ഈസ് വെരി ഹാംഫുൾ. അത് ശരിയാണ്, ഹാംഫുൾ എന്ന് ഉദ്ദേശിക്കുന്ന പ്രശ്നമുണ്ട്. പക്ഷെ ഇത് ഫുഡിലേക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ ഈ കോൾഡ് ബേണിന്റെ ഒരു പ്രശ്നം വരുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. അത് വയറ് വരെ എത്തിക്കഴിഞ്ഞാലും ഇഷ്യൂ തന്നെയാണ് ലിക്വിഡ് നൈട്രജൻ ഡയറക്ട്ലി പോയി കഴിഞ്ഞാൽ. അല്ലാതെ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ച്, അതായത് സെക്കൻഡറി ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഇഷ്യൂ വരുന്നില്ല. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള അതിന് ഇഷ്യൂ, ഡയറക്റ്റ് ആയിട്ട് കൂൾ ചെയ്യാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ വലിയൊരു ഇഷ്യൂ വരുന്നില്ല. അതായിരുന്നു അന്ന് വായിച്ചപ്പോൾ ഉണ്ടായിരുന്നു. കുറച്ച് കാലമായിട്ടോ, ഒരു 6-7 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ഇപ്പൊ എന്തായാലും ഇതൊരു വീണ്ടും ഒരു ഇഷ്യൂ ആയിട്ട് വന്നത്, തമിഴ്നാട്ടിൽ ഇത് ഇങ്ങനെ അത് യൂസ് ചെയ്യുന്നത് കണ്ടതും FSSAI വന്നിട്ട് അത് ക്ലോസ് ചെയ്യാൻ വീണ്ടും ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് വീണ്ടും ഇത് ന്യൂസിൽ വന്നത്. ലിക്വിഡ് നൈട്രജൻ എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. നൈട്രജൻ
എന്ന് പറയുന്നത് പൊതുവെ എന്താണ്, ഗ്യാസ് ആയിട്ടല്ലേ കിട്ടുന്നത്. ആ ഗ്യാസിലുള്ള നൈട്രജൻ എന്ത് ചെയ്യാണ്, നമ്മൾ ലിക്വിഡ് ആക്കുകയാണ്. ലിക്വിഡ് ആക്കുമ്പോൾ അതിന് ടെമ്പറേച്ചർ കുറയ്ക്കല്ലേ. ടെമ്പറേച്ചർ ഇവിടെ എത്രയാണ്, -196°C നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോറി, ലിക്വിഡ് നൈട്രജന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. ലിക്വിഡ് ഓക്കെ, ടെമ്പറേച്ചർ കൊടുത്തിട്ടില്ല, ഓക്കെ നമുക്ക് വിട്ടേക്കാം. നമ്മളപ്പോൾ വെച്ചേക്കുന്ന ടെമ്പറേച്ചർ വളരെ ലോ ആയിരിക്കും, മൈനസിൽ പോകും എന്തായാലും, -90 എങ്ങാനും ആയിരിക്കും. നമുക്ക് ആക്ച്വലി റെലവെന്റ് ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, പല സ്ഥലത്തും ഇതിന്റെ എക്സ്പെരിമെന്റ് ഒക്കെ കണ്ടു വളർന്ന ആൾക്കാരാണ്. നമുക്ക് യൂട്യൂബും ഷോർട്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ വരുന്നു എന്നറിയില്ല. ഈ സയൻസും ടെക്നോളൊക്കെ ഭയങ്കര ക്രേസ് ഉള്ളവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. പല സ്കൂളുകളിലും, ഞാൻ ഉദ്ദേശിക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ്, പല സ്കൂളുകളിലും ഈ പറഞ്ഞ ലിക്വിഡ് നൈട്രജൻ വെച്ചിട്ട് എക്സ്പെരിമെന്റ്സ് കുഞ്ഞു പിള്ളേരെന്ന് പറഞ്ഞാൽ 4-5 പഠിക്കുന്ന പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫ്ലവർ ഒക്കെ എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ ഫ്ലവർ കട്ടയാവും, തൊട്ട് കഴിഞ്ഞാൽ, അതായത് ഫ്ലവർ എന്ന് പറയുന്നത് നമുക്കറിയാലോ ഭയങ്കര സോഫ്റ്റ് ആണ്, അത് പൊട്ടിപ്പോവുക. ബലൂണിന്റെ മുകളിൽ ഒഴിക്കുമ്പോൾ ബലൂണിന്റെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം അതുവരെ ഇങ്ങനെ കട്ട് ചെയ്ത് പോവുക. റോസ് ഒക്കെ കാണാൻ റോസ് ഇങ്ങനെ പൊടിഞ്ഞു പോകും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ആ സാധനമാണ് ലിക്വിഡ് നൈട്രജൻ. അങ്ങനെ അത്രയും കഴിവുള്ള ഒരു സാധനം, ഫ്രീസിങ് എഫക്ട്സ് ഉണ്ടാക്കുന്നതാണ് ലിക്വിഡ് നൈട്രജൻ. അപ്പൊ നമ്മളത് നമ്മുടെ ശരീരത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്താ, ഇനേർട്ട്, കളർലെസ്, ഓർഡർലെസ്, നോൺ കൊറോസീവ്, നോൺ ഫ്ലേമബിൾ, എക്സ്ട്രീംലി കോൾഡ് എലിമെന്റ് ആണ്. ഓക്കെ, ഒരു പ്രശ്നവും പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും കാണുന്നില്ല. കാരണം നോൺ ഫ്ലേമബിൾ ആണ്, ഓർഡർലെസ് ആണ്, നോൺ കൊറോസീവ് ആണ്. നൈട്രജൻ എന്ന് പറയുന്നത് ഒരു ഫ്ലേമബിൾ അല്ലാത്തൊരു ഗ്യാസ് ആണെന്നും കൂടെ അറിഞ്ഞു വെക്കണേ. നൈട്രജൻ കൂടുതലായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉള്ളത് കൊണ്ടാണ് എന്ത് നടക്കുന്നത്, ഓക്സിജൻ എന്ന് പറയുന്നത് ഓക്സിഡൈസറാ, കത്താൻ സഹായിക്കുന്ന ഒരാളാണ്. നൈട്രജൻ എന്ന് പറയുന്നത് കത്താൻ എതിര് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങൾ അത്രയും പെട്ടെന്ന് കത്തിപ്പിടിക്കാത്തത്. ഈ ഓക്സിജൻ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് എത്ര പെട്ടെന്ന് കത്തിപ്പിടിക്കാവുന്നതേ ഉള്ളൂ. അതിനെ തടുക്കുന്നത് ഈ നൈട്രജൻ എന്ന് പറയുന്നത് ഇനേർട്ട് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. ഓക്കെ, ഇറ്റ് ഇസ് എ ക്രയോജനിക് ലിക്വിഡ് എന്ന് പറയുന്നത് എന്താ, ലിക്വിഡ് സ്റ്റോർഡ് അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ് that have normal boiling point below -90°C. ഫാരൻഹീറ്റിലേക്ക് ഒന്ന് പോലെ. ഇനി ഹെൽത്ത് ഇമ്പാക്ട്സ് ഞാൻ പറഞ്ഞാണ്. ഇറ്റ് can scorch the organ or part of the body it contacts, make it appear like frost bites. എന്നൊക്കെ പറയുന്നത് തൽക്കാലം ആ രീതിയിൽ ഓർത്താൽ മതി, ഭയങ്കര തണുത്ത് മരവിച്ച് പോകുന്ന ഒരു അവസ്ഥ. ആക്ച്വലി അതല്ല, നമ്മൾ ആ തട്ടുമ്പോൾ തന്നെ അവിടെ എന്താവും, നല്ല രീതിയിൽ മരവിച്ച് അങ്ങനെ പോകും, തട്ടിക്കഴിഞ്ഞാൽ പൊട്ടി, അത്ര ഉള്ളൂ. ആ ലെവലിലേക്ക് സാധനം പറ്റും, ഒരുപാട് എടുത്താൽ കേട്ടോ. ഇറ്റ് ക്യാൻ ഡാമേജ് ദ ലിപ്സ്, ടങ് ആൻഡ് ത്രോട്ട്, ലങ്സ് ആൻഡ് സ്റ്റൊമക്ക്, എന്തിനേയും ഡാമേജ് ചെയ്യാൻ പറ്റും. ലീഷൻസ് എന്താണെന്ന് അറിയാലോ, ചില പാടുകളൊക്കെ വരുത്തുക. അല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കോൾഡ് ബേൺ എന്ന് പറയാം, നമ്മൾ പൊള്ളുന്നല്ലേ, അത് തണുപ്പ് കാരണം പൊള്ളിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു അവസ്ഥയായിരിക്കും. ഇഫ് ഇറ്റ് റീച്ചസ് ദ സ്റ്റൊമക്ക് ദ ഓർഗൻ കുഡ് ഗെറ്റ് പെർഫറേറ്റഡ്. എന്താ ഉദ്ദേശം മനസ്സിലായോ? വയറിനകത്ത് ഇത് എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇങ്ങനെ ഓട്ട മാറും. It could produce CO2 and the person can become unconscious. ഒരു കൗതുകത്തിന് കിട്ടുന്നേ ഉള്ളൂ. മൊത്തത്തിൽ കുറച്ച് പ്രശ്നമുള്ള ഒരാളാണ് ലിക്വിഡ് നൈട്രജൻ. ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കുറവായിരിക്കാം, വലിയൊരു ഇതില്ല. ചിലപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരാം. ഇത് ആക്ച്വലി ലാസ്റ്റ് ഇയർ ഏപ്രിലിൽ വന്നൊരു ന്യൂസ് ആണ്. പക്ഷെ ഇതിന് റിലേറ്റ് ആയിരുന്നേക്കാം 24-ലെ മറ്റേ നൈട്രജൻ ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതിൽ ഏതൊക്കെയാണ് നമ്മുടെ ബോഡിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സെൽ ഡൈലേറ്റഡ് ആവുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ടിഷ്യൂസിനൊക്കെ ഡാമേജ് പറ്റുന്നത്. മേ ബി ഇത് റിലേറ്റഡ് വന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം, പക്ഷെ ഏപ്രിൽ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. ഇനി തെർമൈറ്റ് സ്റ്റിൽ എന്താണ്, വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ മീൻ നമ്മൾ ഓൾറെഡി പഠിച്ചു വരുന്നതാണ്. ഞാനത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ളതാണ് NCERT-നകത്ത്. തെർമൈറ്റ് റിയാക്ഷൻ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പൊതുവെ, ഞാൻ അതുകൊണ്ട് ആ ഒരു ഡയഗ്രാം ആ ഒരു ചിത്രം കണ്ടില്ല. നമ്മൾ റെയിൽ ഉണ്ടല്ലോ, നമ്മുടെ ട്രാക്സ് ഒക്കെ വെൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം, റെയിൽസ് തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു തെർമൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സസ്റ്റെയിൻഡ് ആയിട്ടുള്ള റിയാക്ഷനാണ്. അതിൽ ഈ അയണും അലൂമിനിയം കൂടെ ചേരുന്ന സമയത്ത് പെട്ടെന്ന് ഈ റിയാക്ഷന് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും. ഹൈ ടെമ്പറേച്ചറും കൊടുക്കും, എന്നാൽ അത് മെൽറ്റ് ചെയ്ത് ആ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ മെൽറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഫ്യൂസ് ആയി പോവുകയും ചെയ്യും. അത് നമ്മൾ റെയിൽ അറിയാലോ, 2 റെയിൽ കഷ്ണങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വെക്കണമെങ്കിൽ അവിടെ ഒന്ന് ഉരുക്കി വെക്കണം. ആ ഉരുക്കാനുള്ള സഹായിക്കുന്ന സാധനമാണ് തെർമൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ഇവിടെ എന്ത് ചെയ്ത്, ഉക്രൈൻ റഷ്യ വാറിന്റെ സമയത്ത് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചു. ഒരാളെ മാത്രം പറയാൻ പറ്റില്ല. ഈ ഡ്രാഗൺ ഡ്രോൺസ് എന്ന് പറയുന്ന സാധനം അത് ഉപയോഗിച്ച് ഇങ്ങനെ ഫുള്ള് അത് എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു
തെർമൈറ്റ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അവിടെ ഫുൾ ഇങ്ങനെ കത്തി 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 ഇതിന് പൊക്കൊണ്ടിരിക്കും, നിൽക്കാതെ ഇങ്ങനെ പോകും. അത് ഉപയോഗിച്ച് മാസ് ഡിസ്ട്രക്ഷൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടേ. നമുക്ക് ആര് ചെയ്തു ആര് ചെയ്തില്ല എന്നുള്ള എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിനേക്കാളും ഇമ്പോർട്ടൻസ് ഇതെന്തിലാണ് ശരിക്കും തെർമൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് നമ്മുടെ പോയിന്റ്. ഓക്കെ, അവര് ഇതിനെ വിളിച്ച ഈ പറഞ്ഞ കത്തിക്കാൻ ഉപയോഗിച്ച സാധനത്തിനാണ് ഡ്രാഗൺ ഡ്രോൺസ് എന്ന് പറയുന്നത്. ഡ്രാഗൺ ഡ്രോൺസ് എസെൻഷ്യലി റിലീസ് എ സബ്സ്റ്റൻസ് കോൾഡ് തെർമൈറ്റ്, എ മിക്സ്ചർ ഓഫ് അലൂമിനിയം ആൻഡ് അയൺ ഓക്സൈഡ്. അലൂമിനിയം അയൺ ഓക്സൈഡിന്റെ ഒരു മിക്സ്ചർ ആണ്. ഡെവലപ്പ് സെഞ്ചുറി ago to weld railroad tracks. ഞാൻ പറഞ്ഞ സാധനം തന്നെ. When ignited, thermite triggers a self-sustaining reaction that is quite difficult to extinguish. തീ പിടിച്ചുകൊണ്ട് പൊക്കോണ്ടിരിക്കുക, അത് കെടുത്താൻ തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കാവും. ഇങ്ങനെ സെൽഫ് സസ്റ്റെയിനിങ്, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ ഉദ്ദേശം പറയുന്നത്. It can burn through almost anything from clothes to trees to military grade vehicles and even burn underwater. അതായത് വെള്ളത്തിനടിയിൽ വരെ കത്താൻ ചാൻസ്. നോൺ ഹ്യൂമൻ ഇറ്റ് കോസസ് സിവിയർ പോസിബിളി ഫേറ്റൽ ബേൺസ് ആൻഡ് ബോൺ ഡാമേജസ്. നല്ല പ്രശ്നമുള്ള സാധനമാണ്. ഓൺ ഹ്യൂമൻസ് ഓക്കെ. പിന്നെ സെയിം സെന്റൻസ് തന്നെ റിപ്പീറ്റ് ആയിട്ടുണ്ട്. കമ്പൈനിങ് തെർമൈറ്റ് വിത്ത് ഹൈ പ്രിസിഷൻ ഡ്രോൺസ് ദാറ്റ് ക്യാൻ ബൈപാസ് ട്രഡീഷണൽ ഡിഫൻസസ് മേക്സ് ഡ്രാഗൺ ഡ്രോൺസ് ഹൈലി ഇഫക്റ്റീവ് ആൻഡ് ഡേഞ്ചറസ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. അതിൽ ആ ഒരു സെൽഫ് സസ്റ്റെയിനിങ് റിയാക്ഷൻ ആണെന്നും ഡ്രാഗൺ ഡ്രോൺസിലൂടെയാണ് ഇത് ഉപയോഗിച്ചതെന്നും വാർ ഡിസ്ട്രക്ഷന്റെ കേസിലാണെങ്കിൽ. ഇനി അതല്ല, ഇതിൽ തെർമൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൂമിനിയം ആൻഡ് അയൺ ഓക്സൈഡ് മിക്സർ ആണ്. ഓക്കെ, സിമ്പിൾ, അങ്ങനെ ആലോചിച്ചാൽ മതി. അതേ ഉള്ളൂ കേട്ടോ ഇതിലൊരു പോയിന്റ്. ഞാൻ ചില എക്സ്ട്രാ കൊടുക്കുന്നത് ഡ്രൈ ആവണ്ട എന്നുള്ള രീതിയിൽ കൊണ്ട് മാത്രം ഒന്ന് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ട് ആഡ് ചെയ്യുന്നതാണേ. എന്നാണെങ്കിൽ ഇതിൽ കൂട്ടാവുന്നതേ ഉള്ളൂ, പക്ഷെ ഇത് മതി, ഇത്ര കൂടുതലും ഇതിൽ കൂടുതൽ വേണ്ട. അറ്റോമിക് ക്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ ഒരു സെക്കൻഡിന് സാധാരണ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. 1 കിലോഗ്രാം, 1 സെക്കൻഡ്, 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് പല സാധനങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. 1 കിലോഗ്രാമിന് ഡിഫൈൻ ചെയ്യുന്നത് UK മറ്റേ സിലിണ്ടറിന്റെ വെയിറ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അതുപോലെ പല സാധനങ്ങളും ഉണ്ട്. ഇതുപോലെ ടൈമിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് സീഷ്യം ക്ലോക്കിന്റെ വൈബ്രേഷൻസ് ആണ്. ഒരു സീഷ്യം ക്ലോക്ക് ഒരു 1 വൈബ്രേഷൻ എടുക്കാൻ 1 ടൈം വൈബ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്നുള്ള രീതിയിൽ ഒരു വലിയ നമ്പറൊക്കെ ഉണ്ട്. ആ നമ്പറൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അങ്ങനെ ഒരു രീതിയിൽ ഒരു വലിയൊരു ഡെഫിനിഷൻ ആയിരുന്നു. അപ്പോൾ സീഷ്യത്തിന്റെ വൈബ്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്ലോക്ക് ഡിസൈൻ ചെയ്തത്. ഓക്കെ, അതിന്റെ ബേസിലുള്ള ഒരു വാർത്തയായിരുന്നു വന്നത് അറ്റോമിക് ക്ലോക്കിന്. ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് മെഷേഴ്സ് ടൈം യൂസിങ് ദി വൈബ്രേഷൻസ് ഓഫ് ആറ്റംസ്. ഓക്കെ, ഞാൻ പറഞ്ഞതല്ല ടൈം ഇതാക്കാനാണ്. ഇറ്റ് സ്പെസിഫിക്കലി യൂസസ് ദി ഓസിലേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആറ്റംസ് ടു കീപ് ദ ടൈം. ഏത് ആറ്റം ആണ്? സീഷ്യം ആണ് കേട്ടോ. ഇവിടെ സീഷ്യം കൊടുത്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കി നോട്ട് ചെയ്തേക്കുക. ഇറ്റ്സ് എ മോസ്റ്റ് ആക്യുറേറ്റ് ടൈം കീപ്പിംഗ് ഡിവൈസ് അവൈലബിൾ വിത്ത് എ മാർജിൻ ഓഫ് എറർ ഓഫ് ജസ്റ്റ് എ ഫ്യൂ ബില്യൺത്ത് ഓഫ് എ സെക്കൻഡ് പെർ ഡേ. വളരെ ചുരുങ്ങി, അതായത് വളരെ ചെറിയ മാർജിനാണ്, ഏറ്റവും ലോ മാർജിൻ ഉള്ളതാണ് ആറ്റമിക് ക്ലോക്കിനകത്തുള്ള ടൈം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫാർ മോർ പ്രിസൈസ് ദാൻ കൺവെൻഷണൽ ക്ലോക്സ് ബിക്കോസ് അറ്റോമിക് ഓസിലേഷൻ ഹാവ് മച്ച് ഹയർ ഫ്രീക്വൻസി ആൻഡ് മച്ച് മോർ സ്റ്റേബിലിറ്റി കൂടുതലാണ്. എന്തായാലും എല്ലാം അതാണ്. സീഷ്യം കൂടുതലുണ്ട്. സീഷ്യം ആറ്റംസ് ആർ വെരി സ്റ്റേബിൾ ആൻഡ് ഹാവ് എ വെരി സ്പെസിഫിക് ഫ്രീക്വൻസി വിത്ത് ദെയർ ഇലക്ട്രോൺസ് വൈബ്രേറ്റ്. ഇലക്ട്രോണിന്റെ വൈബ്രേഷൻ ആണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസ്. ഇനി ഇതിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻസ് GPS ടെക്നോളജി, ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സും സയന്റിഫിക് റിസർച്ച് ഒക്കെ ഒഴിവാക്കിയേക്കുക. ടൈം എന്തിനൊക്കെ ഉപയോഗിക്കുന്ന ആലോചിച്ചാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അപ്ലിക്കേഷൻസ്. ഓക്കെ, ഇതാണ് അറ്റോമിക് ക്ലോക്കിന്റെ ഒരു ഐഡിയ. ഇനി ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നേ, എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഓക്സിജൻ എന്ന് പറയുന്നത് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന? പ്ലാന്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നല്ല ഓർത്തുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. സീബെഡിന്റെ അടിയിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പ്രതിഭാസം കണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈ ഡാർക്ക് ഓക്സിജൻ. ഇറ്റ് ഈസ് ദി ഓക്സിജൻ ദാറ്റ് ഈസ് ബീങ് പ്രൊഡ്യൂസ്ഡ് thousands of feet below the ocean surface without any light of photosynthesis. ലൈറ്റ് ഇല്ലാതെ, ശരിക്കും ഫോട്ടോസിന്തസിസിലൂടെ മാത്രമേ ഓക്സിജൻ പ്രൊഡ്യൂസ് ആവുള്ളൂ എന്ന രീതിയിലായിരുന്നല്ലോ നമ്മൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. സീ സർഫസിനടിയിൽ ഇതുപോലെ ഓക്സിജൻ വിത്തൗട്ട് ലൈറ്റ് ആൻഡ് ഫോട്ടോസിന്തസിസ്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസോ ലൈറ്റോ ഇല്ലാതെ തന്നെ ഓക്സിജൻ പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. ആ ഓക്സിജനെ വിളിക്കുന്നതാണ് ഡാർക്ക് ഓക്സിജൻ. ഇതെന്തുകൊണ്ട് ഇമ്പോർട്ടൻറ്റ്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. Until now it was thought that oxygen was created only through photosynthesis, a process that requires sunlight. Okay. പിന്നെന്താ? Oceanic plankton, drifting plants, algae and some other bacteria are primary elements attributed to the production of oxygen in the ocean. All these organisms are capable of photosynthesis.
പിന്നെ the production of oxygen at such depth is thought to be impossible because there isn't enough sunlight for plants to do photosynthesis. അത്രയും താഴെ ലൈറ്റ് ഇല്ലല്ലോ, അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നേ. നമ്മൾ ആ ഒരു ഫോട്ടോ റീജിയൻ, ആ റീജിയൻ ഉണ്ടല്ലോ ലൈറ്റിന്റെ, ഞാൻ മറന്നു ഓഷന്റെ ഫോട്ടോപെന്തിക് റീജിയൻ, അങ്ങനെ നമ്മൾ റീജിയൻ പറയുമല്ലോ ലൈറ്റുള്ള എന്തോ എനിക്ക് ഓർമ്മയില്ല, ഫോട്ടോ റിലേറ്റഡ് എന്തോ പേരായിരുന്നു. അപ്പൊ ആ ഒരു ഇതിൽ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഇല്ല ഓഷ്യന്റെ അടിയിൽ. അവിടെ ലൈറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഓക്സിജൻ ഉണ്ടാവില്ല എന്നായിരുന്നു നമ്മുടെ വിശ്വാസം. അല്ലെങ്കിൽ അവിടെ പ്ലാന്റ്സ് ഇല്ല, ആൽഗെ ഇല്ല, ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, ഹൗ ഇൻ ദിസ് കേസ് ഓക്സിജൻ ഇസ് നോട്ട് ബീങ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ്. ഓഫ് കോഴ്സ് ദ ഓക്സിജൻ കംസ് ഔട്ട് ഓഫ് എ പോളിമെറ്റാലിക് നോഡ്യൂൾസ് that are similar in resemblance to lumps of coals. ആ ചിത്രത്തിൽ കണ്ടോ, ആ സാധനത്തിനാട്ടോ ഉദ്ദേശിക്കുന്നത് പോളിമെറ്റാലിക് നോഡ്യൂൾസ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഈ ഓക്സിജൻ പ്രൊഡ്യൂസ് ആവുന്നത്. ദീസ് നോഡ്യൂൾസ് മേഡ് അപ്പ് ഓഫ് മെറ്റൽസ് ലൈക്ക് manganese, iron, cobalt, nickel, copper and lithium can generate oxygen through electrochemical activity even in the absence of light. ഇലക്ട്രോകെമിക്കൽ ആക്ടിവിറ്റിയിലാണ് നടക്കുന്നത്. അതായത് വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് H2NO2 എന്നുള്ള രീതിയിലേക്ക് മാറ്റാണ് ആ ഒരു റിയാക്ഷൻ. നമ്മുടെ ഇലക്ട്രോലിസിസ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെയാണ് അവിടെ ഓക്സിജൻ പ്രൊഡ്യൂസ് ആവുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താ, പല ഓർഗാനിസംസ് ആണോ? അതല്ല, അതിന് പകരം ഈ പറഞ്ഞ പോളിമെറ്റാലിക് നോഡ്യൂൾസ് ആണ്. ഈ പോളിമെറ്റാലിക്കിൽ ഉള്ള മെറ്റൽസ് ഏതൊക്കെയാണ്? മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ ആൻഡ് ലിത്തിയം. ഇത്രയാണ് പഠിച്ചു വെക്കുന്നത്, നല്ലതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഡാർക്ക് ഓക്സിജന്റെ കേസിൽ വന്നേക്കുന്നത്. ഇനി അടുത്തതാരാ? ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ എന്താണെന്ന് അറിയാലോ, നമ്മുടെ ബൾബിനകത്തൊക്കെയുള്ള സാധനം. അതിന്റെ ഇതെന്താ, നൊട്ടേഷൻ W ആണ്. കളർ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു സിൽവറി വൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതെന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത് തമിഴ്നാട്ടില് ചീഫ് മിനിസ്റ്റർ റീസെന്റ് റോട്ട് ടു പ്രൈം മിനിസ്റ്റർ സീക്കിംഗ് ദി ക്യാൻസലേഷൻ ഓഫ് റൈറ്റ്സ് ഗ്രാന്റഡ് ബൈ ദ സെന്റർ ടു എ പ്രൈവറ്റ് ഫേം ടു മൈൻ ടങ്സ്റ്റൺ ഇൻ നൈക്കരപ്പട്ടി ടങ്സ്റ്റൺ ബ്ലോക്ക് ഇൻ മധുരൈ ഡിസ്ട്രിക്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു മൈനിങ് അവിടെ നടക്കാനായിട്ടുള്ളൊരു ഇത് കൊടുത്തായിരുന്നു. അത് ക്യാൻസൽ ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ഒരു ഇത് കൊടുത്തതുകൊണ്ട് മാത്രം വന്നൊരു ന്യൂസാണ്. ടങ്സ്റ്റനെ പറ്റിയിട്ട് റെലവൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് ഉദ്ദേശിക്കുന്നത്. ടങ്സ്റ്റനെ പറ്റി ചോദിച്ചല്ലോ, ഇനി വേണമെങ്കിൽ ചോദിക്കാം എന്നുള്ള രീതി മാത്രം ഓർത്താൽ മതി. സിമ്പിള്, അറ്റോമിക് നമ്പർ ആക്ച്വലി വലിയൊരു റെലവൻസ് ഇല്ല. സിമ്പിൾ വേണമെങ്കിൽ നോക്കിയേക്കാം, അറ്റോമിക് നമ്പർ നമുക്ക് വല്ലാതെ പഠിച്ചവർക്ക് മാത്രമേ അറിയേണ്ടാവുള്ളൂ. ട്രാൻസിഷൻ മെറ്റൽ ആണ്. ട്രാൻസിഷൻ മെറ്റൽ എന്ന് പറയുന്നത് എന്താണ്? സോൾഡ് ആണ്. ഓക്കെ, ട്രാൻസിഷൻ മെറ്റൽ എന്താണെന്ന് അറിയാൻ വിചാരിക്കുന്നു. നമ്മുടെ പീരിയോഡിക് ടേബിൾ ഒന്ന് നോക്കിയേ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു സംഭവം അല്ലേ. അതിൽ ഈ ലെഫ്റ്റ് അറ്റത്ത് ഞാൻ നിങ്ങൾ കാണുന്ന രീതിയിലാണ് ഓർക്കുന്നത്, അതായത് എന്റെ സൈഡിൽ നിന്നുള്ള ലെഫ്റ്റ് അറ്റത്തുള്ളതാണ് എസ് ബ്ലോക്ക് എന്ന് പറയും. ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാവും. പിന്നെ അതിനിടയിൽ ഇങ്ങനെ ഒരു വലിയൊരു സ്ഥലം ഇങ്ങനെ താഴ്ന്നിട്ടുണ്ടാവും. പിന്നെ വീണ്ടും അത് പൊന്തി നിൽക്കുന്നുണ്ടാവും. അവിടെ ഒരു 6 എണ്ണം കാണും. ഓക്കെ, ഇവിടെ 2, ഇവിടെ 6. അപ്പൊ ഇതിനെ എസ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നു, അപ്പുറത്തുള്ളത് പി ബ്ലോക്ക് എന്ന് വിളിക്കുന്നു. ഇതിനിടയിൽ ഈ താഴ്ന്നു കിടക്കുന്നതാണ് ഡി ബ്ലോക്ക്. ഈ ഡി ബ്ലോക്കും പിന്നെ താഴെ 2 വരി എഴുതിയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഒരു ഗൂഗിൾ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു പീരിയോഡിക് ടേബിൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ അതിൽ ഈ താഴെ കിടക്കുന്ന 2 വരിയാണ് നമ്മൾ പറയുന്നത് എഫ് ബ്ലോക്ക്. SPDF 4 ബ്ലോക്കിൽ. ഇതില് ഈ എസും പി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉള്ള മെറ്റൽസ് ആണ്. കാരണം മെറ്റൽസ് അല്ല, എലിമെന്റ്സ് ആണ്. കൂടുതൽ നമ്മുടെ ചുറ്റുമുള്ള കാണപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് എസും പിയും. അപ്പൊ ഇവരുടെ ഇടയിൽ എസിനെയും പിന്നെയും ഇടയിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ഇവിടെ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ ഇതിനിടയിലുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ പറഞ്ഞ ആൾക്കാർ, ഇവരെ വിളിക്കുന്നതാണ് നടുക്കുള്ള ആൾക്കാർ. ഡി ബ്ലോക്കിനെ നമ്മൾ വിളിക്കുന്നതാണ് ട്രാൻസിഷൻ മെറ്റൽസ്. അവർ ട്രാൻസിഷന് വേണ്ടിയിട്ട് നിൽക്കുവാണ്. അതായത് ആ മെറ്റൽസ് നോൺ മെറ്റൽസിലേക്കുള്ള പോക്കാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെറ്റൽസ്, ഹെൽപ്പ് ചെയ്യുന്നല്ല, അതിനിടയിലുള്ള മെറ്റൽസിനാണ് ട്രാൻസിഷൻ മെറ്റൽസ് വിളിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഈ പറഞ്ഞ ടങ്സ്റ്റൺ. ഇറ്റ് ഈസ് നാച്ചുറലി ഒക്കറിംഗ് എലമെന്റ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ റോക്സ് ആൻഡ് മിനറൽസ് ആൻഡ് ഓക്കെ. ഇതില് നമുക്ക് നോക്കേണ്ടതേ ഈ പറഞ്ഞ മിനറൽ ഫോം. ഏത് മിനറൽ ഫോമാന്ന് നോക്കിക്കഴിഞ്ഞാൽ വോൾഫ്രമൈറ്റും സ്കീലൈറ്റ് എന്ന് പറയുന്ന 2 എണ്ണമാണ്. ഒരു വട്ടം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, ജോഗ്രഫിയിലാണ് ആ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ മിനറലിന്റെ പേര് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഈ പറഞ്ഞ 2 മിനറൽസിന്റെ പേര് എന്നത് ഏത് മെറ്റലിനെ റിലേറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്. ഓക്കെ, മേജർ പ്രൊഡ്യൂസേഴ്സ്, ഇതൊക്കെ ജോഗ്രഫി റിലേറ്റഡ് ആണ്. ആക്ച്വലി ചൈന ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ വിയറ്റ്നാം, റഷ്യ ആൻഡ് നോർത്ത് കൊറിയയിലാണ് കൂടുതൽ ഉള്ളത്. ഏറ്റവും കൂടുതൽ ചൈനയിൽ കേട്ടോ. ഇന്ത്യയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിട്ടിക്കൽ മിനറൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞ ലാസ്റ്റ് 3 ലൈൻ ഉണ്ടല്ലോ, ഇവിടെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ക്രിട്ടിക്കൽ മിനറൽ ആണ്. ക്രിട്ടിക്കൽ മിനറൽസ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കി വെക്കണേ. അപ്പൊ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ മെറ്റലിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇനി ഓർഗാനോഫോസ്ഫേറ്റ്സ്
ന്യൂസിൽ വന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഓർഗാനോഫോസ്ഫേറ്റ്സ് ആർ നത്തിങ് ബട്ട് ഒരു പോയ്സണസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെർബിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് എന്താ ഹെൽത്ത് കണ്ടീഷൻസ് മോശമാക്കുമല്ലോ. അതിന്റെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻസ് റിലേറ്റഡ് ആയിട്ടൊരു ന്യൂസ് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതിന്റെ ബേസിസിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പൊ ഓർഗാനോഫോസ്ഫേറ്റ്സ് എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് ഇറ്റ് ഇസ് ഫൗണ്ട് ബൈ യൂസിങ് ത്രൂ ദി പ്രോസസ് ഓഫ് എസ്റ്റിഫിക്കേഷൻ. എസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ആസിഡ്, അതായത് നമ്മൾ പറയുന്നത് കാർബോക്സിലിക് ആസിഡും അതുപോലെ തന്നെ ആൽക്കഹോളും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എസ്റ്റർ എന്ന് പറയുന്ന സാധനം. ഈ എസ്റ്റർ ഉണ്ടാകുന്ന പ്രോസസ്സിനാണ് എസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എസ്റ്റിഫിക്കേഷൻ, ട്രാൻസ് എസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഒക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ സോപ്പ് മേക്കിങ്ങിലൊക്കെ നമ്മൾ പറയാറുണ്ട്. സാപ്പോണിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് ട്രാൻസ് എസ്റ്റിഫിക്കേഷൻ പോകാറുണ്ട്. ബയോഫ്യൂൽ എന്നൊക്കെ പറയുന്നത് ട്രാൻസ് എസ്റ്റിഫിക്കേഷൻ പ്രോസസ്സാണ്. ആക്ച്വലി ഓയിൽ, ഫാറ്റ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സ് നമ്മൾ പൊതുവെ വിളിക്കുന്ന ട്രാൻസ് എസ്റ്റിഫിക്കേഷൻ. ഈ എസ്റ്റിഫിക്കേഷൻ വഴിയാണ് ഓർഗാനോഫോസ്ഫേറ്റ്സ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക. ഇൻവോൾവിങ്, അപ്പൊ ആസിഡും ആൽക്കഹോളും കൂടെ ചേരുമ്പോഴാണല്ലോ എസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏത് ആസിഡാ? ഫോസ്ഫോറിക് ആസിഡും ആൽക്കഹോളും. എന്തിനാ യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഹെർബിസൈഡ്സും, കെമിക്കൽ വോർഫെയർ, ഇൻഡസ്ട്രിയൽ യൂസസ്, ഇതിങ്ങനെയുള്ള പറഞ്ഞ കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയാൽ ഈ R1, R2, R3 എന്ന് കണ്ട് പേടിക്കരുത്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ് പറയാറ്. ഓർഗാനോഫോസ്ഫേറ്റ്, ഞാൻ അതൊന്ന് ഡീകോഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനോഫോസ്ഫേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓർഗാനിക് ഗ്രൂപ്പാണ്. ഓർഗാനിക് എന്ന് ഉദ്ദേശിക്കുന്നത് കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട്സ് വിച്ച് ആർ റിയലി ഹെൽപ്ഫുൾ ഫോർ ദി ഹ്യൂമൻ ബീങ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറ്. അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ റിലേറ്റഡ് അല്ലെങ്കിൽ ലിവിങ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പറഞ്ഞ ഓർഗാനിക് കോമ്പൗണ്ട്സ് പറയും. ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് കാർബണും ഹൈഡ്രജനും ഉള്ളവരാണ് നമ്മൾ ആർ വെച്ച് റെപ്രസെന്റ് ചെയ്യും. കാർബൺ ഹൈഡ്രജൻ മാത്രമുള്ളവർ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയാം. ആ ആൽക്കൈൽ ഗ്രൂപ്പാണ് ഈ R1, R2, R3 എന്ന് ഉദ്ദേശിക്കുന്നത്, കാർബണും ഹൈഡ്രജനും മാത്രം. അപ്പൊ ഈ കാർബൺ ഹൈഡ്രജൻ ഉള്ളവരെ ഓർഗാനിക് എന്ന് വിളിക്കുകയും ബാക്കി ആരുള്ള ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H3PO4 ആണ്. അപ്പൊ ഈ ഫോസ്ഫോറിക് ആസിഡിന്റെ റിലേറ്റീവ് ഇവിടെ H3PO4 എന്നല്ലേ പറഞ്ഞത്. ഞാൻ ആ ഡയഗ്രത്തിൽ ഒന്ന് നോക്കിക്കുക. ഈ ഡയഗ്രത്തിനകത്ത് നമുക്ക് ഒരു ഡബിൾ ബോണ്ട് ഓയോ ഉണ്ട്, ബാക്കി മൂന്ന് ഓയിസ് സിംഗിൾ ബോണ്ട് ഉണ്ട്. ഒരു വര മാത്രം കാണുന്നില്ലേ? ബോണ്ട്സ് എന്താണെന്ന് അറിയില്ലെങ്കിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു വര മാത്രം കാണുന്നില്ലേ? ആ R1, R2, R3ന്റെ ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ H ആയിരുന്നു, ഹൈഡ്രജൻ ആയിരുന്നു, H3PO4 ആയിരുന്നു. Hന് പകരം ആര് വന്നു? ഈ പറഞ്ഞ കാർബൺ ഹൈഡ്രജൻ ഗ്രൂപ്പുകൾ വന്നു. അപ്പോഴാണ് ഈ പറഞ്ഞ ഓർഗാനോഫോസ്ഫേറ്റ്സ് ഉണ്ടായത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയാണ്? ഹെർബിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യും, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ഓർഗാനോഫോസ്ഫേറ്റ്സിന്റെ ഒരു ഇത്. ഓർഗാനോഫോസ്ഫേറ്റ്സ് റിലീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ, ഈ ഒരു പെർസ്പെക്റ്റീവിൽ അറിയാം കേട്ടോ. ഇനി മറ്റൊരു കേസാണ് പിങ്ക് ഫയർ റിട്ടാർഡന്റ് എന്ന് പറയുന്നത്. ഫയർ റിട്ടാർഡൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ? തീ കെടുത്താൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഫയർ റിട്ടാർഡൻസ് അല്ലെ? ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എന്നൊക്കെ പറയും. നമ്മുടെ മറ്റേ കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റേ ചുവന്ന ഒരു സിലിണ്ടറൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ മണ്ണെടുത്തിടും, വെള്ളം ഒഴിക്കും, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഫയർ റിട്ടാർഡൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും ഫയർ റിട്ടാർഡൻസിന്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയർ ട്രയാങ്കിൾ ഉണ്ട്. അതായത് ഓക്സിജൻ, ഓക്സിഡൈസർ, ഓക്സിജന്റെ സപ്ലൈ, ഹീറ്റിന്റെ സപ്ലൈയും പിന്നെ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. ഈ മൂന്നെണ്ണത്തിന്റെയും കൂടെ മൂന്നും കൂടെ വന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഈ പറഞ്ഞ ഫയർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മൂന്ന് എലിമെന്റ്സിലും ഏതെങ്കിലും ഒന്ന് കട്ടായി കഴിഞ്ഞാൽ ഫയർ ഉണ്ടാവില്ല. അതാണ് പ്രിൻസിപ്പിൾ. അപ്പൊ അങ്ങനെയാണ് ഫയർ റിട്ടാർഡൻസ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് വെച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എന്ത് ചെയ്യും? ഒരു ബ്ലാങ്കറ്റ് ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടിക്കുന്ന സമയത്ത് ഓക്സിജന്റെ എൻട്രി ഈ പറഞ്ഞ ഭാഗത്ത് ഇല്ലാതാവും. ഓക്സിജൻ ഇല്ലെങ്കിൽ കത്തില്ല, അപ്പോ നിന്ന് പോവും. വെള്ളം ഒഴിക്കുന്ന സമയത്ത് എന്താ? ഹീറ്റ് ഇല്ലാതാവും. ഹീറ്റ് ഇല്ലാതാവുമ്പോൾ അങ്ങനെ തീ കെട്ടു പോകുന്നു. അപ്പോൾ ഇതിൽ ഇഗ്നേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഫയർ റിട്ടാർഡൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് റീസെന്റ് കാലിഫോർണിയയിൽ മറ്റേ ഇതുണ്ടായിരുന്നു, US മറ്റേ ഒരു വൈൽഡ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ തീ പിടിച്ചത് കെടുത്താൻ വേണ്ടി യൂസ് ചെയ്ത ഫയർ റിട്ടാർഡൻസ് എന്ന് പറയുന്നത് പിങ്ക് ഫയർ റിട്ടാർഡൻസ് ആണ്. അതിന്റെ കളർ വെച്ചിട്ടാണ് പിങ്ക് ഫയർ റിട്ടാർഡൻസ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഫോസ്ചെക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മെറ്റീരിയലാണ്. അതെന്ന് പറഞ്ഞാൽ അമോണിയം പോളിഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് മനസ്സിലാവേണ്ടത്. ഫയർ റിട്ടാർഡൻസ് ഇസ് എ മിക്സ് ഓഫ് കെമിക്കൽസ് യൂസ്ഡ് ടു എക്സ്റ്റിംഗ്വിഷ് ഓർ സ്ലോ ദ പ്രോസസ് ഓഫ് സ്പ്രെഡ് ഓഫ് ഫയർസ്. There are different types of fire retardants, but to tackle wildfires in US, ഫോസ്ചെക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അമോണിയം ഫോസ്ഫേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്ലറി ആണ്. ഓക്കെ, സ്ലറി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ? ചളി പോലത്തെ ഒരു സാധനത്തിന് നമ്മൾ സ്ലറി എന്ന് പറയുന്നത്. ആക്ച്വലി കുറച്ച് സോൾട്ട് കൂടുതലും കുറച്ച് വെള്ളമായിട്ടുള്ള സാധനത്തിനാണ് നമ്മൾ പറയുന്നത് സ്ലറി. Typically, it is made of salts such as ammonium polyphosphate, which does not evaporate easily like water and stays for long.
നമ്മൾ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വെള്ളം എന്താവും, പെട്ടെന്ന് ചൂട് കാരണം ഇവോപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വീണ്ടും തീ പടരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഈ പറഞ്ഞ സാധനത്തിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവോപ്പറേറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ എന്താവും, അവിടെ ആ ഒരു കൂളിംഗ് എഫക്റ്റോ അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് എഫക്റ്റോ കൊടുക്കും. ഫയർ കൂടുതലായിട്ട് സ്പ്രെഡ് ആവാതെ സഹായിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. കളർ ഈസ് യൂസ്വലി ആഡഡ് ടു ദ ഫയർ റിട്ടാർഡൻസ് ടു എൻഷുർ ദാറ്റ് ഫയർ ഫൈറ്റേഴ്സ് ക്യാൻ സീ ഇറ്റ് അഗെയിൻസ്റ്റ് ദ ലാൻഡ്സ്കേപ്പ്. അതായത് ഫയർ നമ്മൾ ഈ സാധനം അടിക്കുമ്പോൾ ഈ കളർ വന്നാൽ മാത്രമേ ഇവിടെയൊക്കെ അടിച്ചു എന്നുള്ള തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇത് ഒരു കളർ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, മറ്റൊന്നുമില്ല. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു പെർസ്പെക്റ്റീവ്. ഈ ഒരു പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കേണ്ടത്. ഹൈപ്പർ ലൂപ്പ് റീസെന്റ് IIT മദ്രാസിൽ ഹൈപ്പർ ലൂപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്ക് നിർമ്മിച്ചിരുന്നു. ട്രാക്ക് അല്ല, ആക്ച്വലി ഒരു പൈപ്പാണ് പോലത്തെ ഒരു സാധനമാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് ഒക്കെ പറഞ്ഞാൽ മാഗ്ലേവ് എന്നൊക്കെ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ആക്ച്വലി 1000 km/h വരെ സ്പീഡിൽ പോകാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. ഒരു ടൈപ്പ് ഓഫ് പോഡാണ്. പോഡ് എന്ന് പറഞ്ഞാൽ ഒരു കാർ പോലത്തെ സാധനമാണ്. നമ്മൾ അതിന് ട്രെയിനുമായിട്ടും ഉപമിക്കാറുണ്ട് എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. ഇത് കറന്റ്ലി ചൈനയിലും യൂസ് ചെയ്യുന്ന, അതായത് വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യല്ല, അങ്ങനെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പൊ ഇന്ത്യയും അതുപോലെ തന്നെ ഡെവലപ്പിംഗ് സ്റ്റേജിൽ IIT മദ്രാസിൽ അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് അതിന്റെ ടെസ്റ്റ് ട്രാക്ക് ഉണ്ടല്ലോ, വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ന്യൂസിലുണ്ടായിരുന്നു, കുറച്ചും കൂടെ റെലവൻസ് ഉള്ള ഒരു ന്യൂസ് ആയിരുന്നു ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത്. ആക്ച്വലി 1000 km/h എന്ന് പറയുമ്പോൾ ആലോചിച്ച് വെക്കുക, നമ്മുടെ ഇന്നത്തെ ട്രെയിൻ, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഓടുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ആസ് ഓഫ് നൗ ഫാസ്റ്റസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ടോപ്പ് സ്പീഡ് എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ 160 km/h വരെയാണ് ടോപ്പ് സ്പീഡ് ഇപ്പം എടുക്കുന്നത്. 180 വരെ പോകാൻ സാധിക്കുന്ന വന്ദേ ഭാരതുകൾ ഉണ്ടായാലും 200 km/h വരെ പോകാനുള്ള വന്ദേ ഭാരതസ് ഉണ്ടെങ്കിലും 160 ആണ് മാക്സിമം പെർമിസിബിൾ സ്പീഡ്. അതിനേക്കാൾ കൂടുതൽ പോകാൻ പറ്റില്ല. അപ്പൊ ആ ഒരു കണ്ടീഷനിലുള്ള സമയത്ത്, അതേപോലെ നമ്മളിപ്പോ കേരയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം, കേരയിൽ സിൽവർ ലൈൻ എന്ന് പറയുന്ന പ്രോജക്റ്റ്, അതൊരു സെമി ഹൈ സ്പീഡാണ്. അതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 200 km/h. ഒന്ന് ആലോചിച്ചാൽ മതി, ചെറിയ വ്യത്യാസമുള്ളൂ. 200 km/h ആണ് ആവറേജ് മാക്സിമം സ്പീഡിൽ, ആവറേജ് സ്പീഡിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, മാക്സിമം സ്പീഡ് 200 km/h തന്നെ. അതിന്റെ 5 മടങ്ങാണ് ഈ പറഞ്ഞ ഹൈപ്പർ ലൂപ്പിൽ വരുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ ഈ 200 km/h തന്നെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് ടു ട്രിവാൻഡ്രം വരെ ഏകദേശം 4 hours കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ by 5 എടുത്ത് നോക്കുക, എത്ര മണിക്കൂർ, എത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ടെക്നോളജിയാണ്. ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നതല്ല, ഇത് കുറെയൊക്കെ നടക്കാൻ പോകുന്നൊരു കാര്യമാണ്. ഇനി വേറെ നോക്കാം. ഹൈപ്പർലൂപ്പ് ഇസ് എ ഹൈ സ്പീഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ വിച്ച് പോഡ്സ് ഫംഗ്ഷനിങ് ആസ് പ്രഷറൈസ്ഡ് വെഹിക്കിൾസ്. അതായത് പോഡ് ആ ചിത്രത്തിൽ കണ്ടോ, ആ ചിത്രത്തിനകത്തുള്ള സാധനത്തിന് പോഡ് എന്ന് വിളിക്കുന്നത്, അത് ഭയങ്കര പ്രഷറൈസ്ഡ്, അതായത് ചെറിയൊരു പൈപ്പിനകത്ത് ഭയങ്കര പ്രഷറിൽ ഇങ്ങനെ കൊടുക്കണം. ആ പ്രഷറിന്റെ ബേസിലാണ് അത് നീങ്ങി പോകുന്നത് കേട്ടോ. ദീസ് ട്രെയിൻസ് ഓപ്പറേറ്റ് വിത്തിൻ വാക്വം സീൽ ട്യൂബ്സ്, significantly reducing friction and allowing for unparalleled travel speeds and energy efficiency. ആക്ച്വലി നമ്മൾ സാധാരണ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ഫ്രിക്ഷൻ ഉണ്ട്, എയർ ഫ്രിക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ സ്പീഡ് അത്രയും അറ്റൈൻ ചെയ്യാൻ പറ്റാത്തത്. ഇത് അങ്ങനെയല്ല, ഈ ട്യൂബ് സീലായിട്ടുള്ള ട്യൂബും വാക്വം ഉള്ളത് കൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, കീ കോമ്പണൻസ് എന്തൊക്കെയാണ്? ലോ പ്രഷർ ട്യൂബ്സ് ആണ്. പ്രഷർ നമുക്ക് വാക്വം വേണമെങ്കിൽ പ്രഷർ ട്യൂബ്സ്, ലോ പ്രഷർ ട്യൂബ്സ് ആയിരിക്കണം. മാഗ്നറ്റിക് ലെവിറ്റേഷൻ, അതെന്ത് ഉദ്ദേശിക്കുന്ന അറിയാലോ, എവിടെയും തൊടാതെ രണ്ട് സൈഡും മാഗ്നറ്റിന്റെ സെയിം പോളുകൾ വെച്ച് കഴിഞ്ഞാൽ എന്താവും, റിപ്പലിംഗ് ഉണ്ടാവും. അപ്പൊ രണ്ട് സൈഡും ഇതേപോലെ റിപ്പലിംഗ് ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വലിയ ലൈന്, രണ്ട് സൈഡും ലൈൻ ഇങ്ങനത്തെ ഒരു സെയിം പോൾ വെക്കുകയാണെങ്കിൽ അതിന്റെ അതേ സെയിം പോൾ തന്നെ ട്രെയിനിലും കൂടെ വെക്കുകയാണെങ്കിൽ ഇവിടെ റിപ്പലിംഗ് അല്ലേ, റിപ്പലിംഗ് ഫോഴ്സ് കാരണം തന്നെ ഇത് മുന്നോട്ടങ്ങ് തെറിച്ച് വെക്കോളൂ, പെട്ടെന്ന് പോകും. അതാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ലീനിയർ ഇലക്ട്രിക് മോട്ടോഴ്സ്, അതിപ്പോ ഒരുവിധം എല്ലാത്തിലും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ത്യസ് ഹൈപ്പർലൂപ്പ് പ്രോജക്ട് ഇസ് എ ജോയിന്റ് വെഞ്ചർ ഓഫ്, അതൊന്നും നോക്കി വെക്കുന്ന നല്ലതാണ്. ഇന്ത്യൻ റെയിൽവേസും IIT മദ്രാസ്, ഞാൻ പറഞ്ഞ മദ്രാസിന്റെ അത് ഏതാണെന്ന് നോക്കുക, ആ ഒരു പേര് ഓർത്തേക്കുക. ആവിഷ്കർ ഹൈപ്പർലൂപ്പ് ടീം ആൻഡ് TUTR, തുത്തൂർ എന്നുള്ള രീതിയിൽ ആകട്ടെ, ഇൻക്യുബേറ്റഡ് സ്റ്റാർട്ടപ്പ് ആണ്, സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. തുത്തൂര് എന്താണെന്ന് വെച്ചാൽ വിളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ ഈ കൂട്ടത്തിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് കവച്. കവച് എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ്ലി ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറെ കാലമായിട്ട് എന്താണ്, നമ്മുടെ ഇന്ത്യൻ റെയിൽവേസിന്റെ ഒരു സേഫ്റ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട്, സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്, നമ്മുടെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള സിസ്റ്റമാണ് കവച് എന്ന് പറയുന്നത്, അല്ലെ? അതെ, ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം, അതാണ് കവച്. ഓക്കെ, ഡെവലപ്ഡ് ബൈ RDSO, നമ്മുടെ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ അണ്ടർ ഇന്ത്യൻ റെയിൽവേ. RDSOന്റെ ഒക്കെ
മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമാട്ടോ, ഒന്ന് പോയി കാണാനൊക്കെ നല്ലതാണ്. വഡോദരയാണെന്ന് തോന്നുന്നു, ഗുജറാത്ത് ആ ഭാഗത്ത് എവിടെയാണ്. ഓക്കെ, പിന്നെ ഇറ്റ് ഇസ് സെറ്റ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ഡിവൈസസ് ഇൻസ്റ്റാൾഡ് ഇൻ ലോക്കോമോട്ടീവ്സ്. അത് എന്ത് ചെയ്യുന്നു ആലോചിച്ചാൽ മതി. എന്തൊക്കെയാണ് ചെയ്യുന്നത്? സിഗ്നൽ സിസ്റ്റം ആസ് വെൽ ആസ് ട്രാക്സ് that talk to each other using ultra high radio frequency to control the brakes of trains and also alert drivers based on logically programmed into them. Actually ഇത് ഒന്നുമില്ല, ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം പോലെ വർക്ക് ചെയ്യാണ്. ഇങ്ങനെ ഒരു മുമ്പിൽ ഒരു ട്രെയിൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവരെന്ത് ചെയ്യാണ്, റേഡിയോ ഫ്രീക്വൻസി വഴി, അതായത് ജസ്റ്റ് ഈ ട്രാവൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും പെട്ടെന്ന് തന്നെ, അത് അൾട്രാ ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സാധനം അറിയുകയും പെട്ടെന്ന് നമുക്ക് ബ്രേക്കിങ്ങിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് കവച് എന്ന് പറയുന്നത്. ഇപ്പോൾ പല എഞ്ചിനിലാണ് ഇത് കൂടുതലാണ്, നമ്മൾ പറയുന്ന പല എഞ്ചിനുകളിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ഒരു ഡയഗ്രാം ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സിഗ്നൽസ് ഒക്കെ വെച്ചിട്ട് ആ ഒരു ആക്ച്വലി സാറ്റലൈറ്റ് സിസ്റ്റം വെച്ചിട്ടൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കണ്ടോ, GPS, റേഡിയോ, അത് ജസ്റ്റ് ആ ഫ്രീക്വൻസി പോകാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കൊളീഷൻസ് അവോയ്ഡ് ചെയ്യാനുള്ള വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ അടുത്ത് കുറേ ട്രെയിൻ കൊളീഷൻസും, കുറേ എന്ന് പറയുന്നത് മോശമാണ്, എന്നാലും അത്യാവശ്യം കുറച്ച് ട്രെയിൻ ആക്സിഡൻസ് കൂടുതലായിട്ട് വരുന്ന ഒരു സമയത്ത് അശ്വിനി വൈഷ്ണവ് പറഞ്ഞൊരു സാധനമാണ് കവച് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എത്രയും വേഗം ആക്കും എന്നുള്ളത്. കാരണം സേഫ്റ്റിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഈ കവചിനെ പറ്റിയിട്ടൊന്ന് പറയുന്നത്. കവച് എന്താണെന്ന് അറിയാത്തവർക്കാണ് ഇതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നത്. അല്ലാന്നുള്ളവർക്ക് ഒരുവിധം എല്ലാ ന്യൂസൊക്കെ 2 കൊല്ലമായിട്ടൊക്കെ ഫോളോ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കവച് എന്താണെന്ന് അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ ടെക്നോളജീസ് ന്യൂസ് എന്ന് പറയുന്ന പോയിന്റിൽ പഠിക്കാനുള്ളത്. ആസ് ഓഫ് നൗ ഇനിയും ചിലപ്പോൾ വന്നേക്കാം, നമ്മൾ മാർച്ചല്ലേ ആയിട്ടുള്ളൂ, ഇനി ഒരു മാസത്തിനുള്ളിൽ ചിലപ്പോൾ വന്നേക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് വരാം. ഇനി അതല്ല, ബാക്കി ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് കവർ ചെയ്യുന്ന സമയത്ത്, ആ മിസ്ലീനിയസ് എന്ന് പറഞ്ഞ പോർഷനിലേക്ക് കയറുന്ന സമയത്ത് കുറച്ചും കൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് കുറെ റാൻഡം ടോപ്പിക്സ് ആണല്ലോ. അപ്പൊ ഈ ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എനിവേ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.